ഭഗവത്ഗീതയിലെ അവസാനത്തെ താത്വികമായ കാര്യങ്ങൾ പറയാണ് 13, 14, 15. ആത്മഭാവന നമുക്ക് ഇല്ലാതാവാൻ 3 കാരണങ്ങളാണ്, 3 തടസ്സങ്ങൾ. 1 ശരീരം, 2 മനസ്സ്, പിന്നെ ബുദ്ധി. അതിൽ ഈ ശരീരവും എന്താണ് എന്ന് വ്യക്തമാക്കി പറഞ്ഞ് അതിനെ ഇല്ലാതെയാക്കാണ് 13-ാം അധ്യായത്തിൽ. പിന്നെ ഉള്ളത് മനസ്സാണ്. അത് ത്രിഗുണങ്ങളാണ്. ആ ത്രിഗുണങ്ങൾ എങ്ങനെ ഇല്ലാതെയാക്കാൻ പറയാണ്, ഗുണാതീതനെ പറയാണ് 14. ഇനിയുള്ളത് 15 ബുദ്ധിയാണ്. ബുദ്ധിയും ഒരു തടസ്സമാണ്, ബോധമേ പാടുള്ളൂ, ബുദ്ധി വയ്യ. അപ്പോൾ അതിനെ തടസ്സം ജ്ഞാനമാണ് ഇവിടെ പറയാൻ പോണത്. ഇങ്ങനെ 3 തടസ്സങ്ങൾ നീങ്ങിയാൽ, ശാരീരിക, മാനസിക, ബുദ്ധിപരമായ തടസ്സങ്ങൾ നീങ്ങിയാൽ നമ്മൾ ശുദ്ധ ആത്മസ്വരൂപം നമുക്ക് അനുഭവിക്കുന്നു പറയുക, അതാവും എന്നാണ് പറയേണ്ടത്. അപ്പോൾ ശാസ്ത്രം ഈ അധ്യായത്തിൻ്റെ അവസാനത്തിലാണല്ലോ ശാസ്ത്രം എന്ന പദം വരിക. ഇത് ഗുഹ്യതമം ശാസ്ത്രം എന്ന് പറയുന്നതിൻ്റെ ഉള്ളിൽ. അപ്പോൾ 15-ാം അധ്യായത്തോടു കൂടി പറയേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു അവസാനിച്ചു. നമ്മളുടെ ജീവിതത്തിൽ എന്താ സ്വാഭാവികമായിട്ട് നമ്മളൊരു വിചാരം, സാമാന്യമായിട്ട് നമ്മുടെ വിചാരം ജീവിതം സുഖമാവണം എന്നാണ് സാധാരണ എല്ലാവരും വിചാരിക്കുക. കാരണം ചിന്തയില്ലാത്തതുകൊണ്ടാണ് അത് ചെയ്യുന്നത്. സുഖം എന്നുള്ളത് ദുഃഖത്തിൻ്റെ മറുഭാഗമാണ്. ഒരു നാണ്യത്തിന് 2 ഭാഗമുണ്ട്. ഒന്ന് ഒരു ചിത്രവും, പണ്ടൊക്കെയാണ് രാജാക്കന്മാരുടെ, ഇപ്പോൾ നമ്മുടെ ആണെങ്കിൽ ഈ അശോകചക്രം, അതിൻ്റെ പിന്നാവർത്ത് ഒരു ഉറുപ്പിക അല്ലെങ്കിൽ എന്താണെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ മൂല്യവും കാണിക്കുന്നുണ്ട്. 2 കൂടിയതാണല്ലോ നാണ്യം. അതിലൊരു മാത്രമേ അയാൾ നാണ്യം എടുക്കില്ല. ഇതേപോലെ ഈ ജീവിതത്തിൽ സുഖവും ദുഃഖവും ഒരു നാണ്യത്തിൻ്റെ 2 ഭാഗമാണ്. അത് രണ്ടും ഇല്ലാതെ ആവണം, എന്നാലേ പൂർണ്ണത വരുള്ളൂ. ആ പൂർണ്ണതയാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത്. ഭാഗവതത്തിൽ പറഞ്ഞത് ചൊറിയുടെ കഥ. അതായത് ചൊറിയുമ്പോൾ സുഖമുണ്ടെന്ന് പറഞ്ഞാൽ ചൊറിച്ചിലുണ്ടെന്ന് അർത്ഥമാണ്. അത് ഇത്തിരി അധികം ചൊറിയുമ്പോൾ നീങ്ങുകയും ചെയ്യും, ആദ്യം സുഖമാണെങ്കിലും. അപ്പോൾ നമുക്ക് ചൊറിയാനേ പാടില്ല ജീവിതത്തിൽ. എന്തിനാ ചൊറിയേണ്ട ആവശ്യം? നല്ല ജീവിതത്തിൽ ശരീരത്തിന് ചൊറിച്ചിലൊന്നും വരില്ല. അപ്പോൾ ചൊറിച്ചിൽ, സുഖം എന്നുള്ളത് വാസ്തവത്തിൽ ഒരു ചൊറിച്ചിലാണ്. അത് ചൊറിഞ്ഞാൽ അപ്പോൾ ദുഃഖം വരേ, അപ്പോൾ പിന്നെ ഉണ്ടാട്ടിക്കും, പിന്നെ ആയി ചൊറിയും, അപ്പോൾ പിന്നെയും ചൊറിയും. അപ്പം തന്നെ നേരണ്ടാവുള്ളൂ. അപ്പോൾ ഈ ദുഃഖമില്ലാതെ, അതുകൊണ്ടാണ് പൂന്താനം അദ്ദേഹത്തിൻ്റെ ആ കവിതയ്ക്ക് എന്താണ് നരജന്മം സഫലമാക്കിയിടുവാൻ എന്നാ പറയുന്നത്. നരജന്മം സുഖപ്രദമാക്കാൻ എന്നല്ല. ഗുരുനാഥൻ തുണ ചെയ്യുക സന്തതം, തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും പിരിയാതെ ഇരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിയിടുവാൻ. വളരെ മനസ്സിരുത്തിയാണ് സഫലാവുക. സാധാരണ ഒരു തെങ്ങ് വെച്ചാൽ നാളികേരം ഉണ്ടാവില്ല, സഫലത. പട്ടയൊക്കെ ധാരാളമായിട്ട് കാര്യമില്ല, നാളികേരം ഉണ്ടാവണം. അതുപോലെ ഈ നമ്മൾ ജനിച്ചാൽ ജീവിതത്തിൻ്റെ സഫലത ഈശ്വര സാക്ഷാത്കാരം. ഞാൻ ഈ കാണുന്ന ശരീരമോ മനസ്സോ ബുദ്ധിയോ മാത്രമല്ല, ആത്മാവാണ് എന്ന ബോധം വരലാണ് ജീവിതത്തിൻ്റെ ആവശ്യം. പിന്നെ നമുക്ക് ദുഃഖമില്ല. അപ്പം അതിനെ പറയാണ് ഇവിടെ. ഊർധ്വമൂലം അധശാഖം അശ്വത്ഥം പ്രാഹുരവ്യയം ഛന്ദാംസി യസ്യ വർണ്ണാനി യസ്തം വേദസ വേദവിത്. ഇതിനൊക്കെ വ്യാഖ്യാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സാമാന്യ വ്യാഖ്യാനം പറയുമ്പോൾ എന്താ വെച്ചാൽ കുറേ കാര്യങ്ങൾ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയണം. വാസ്തവത്തിൽ അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. ഒന്നും പരിചയമില്ലാത്തവർക്ക് ചിലത് മനസ്സിലാവാൻ വേണ്ടി പറയണം. അപ്പം വസ്തുത കുറച്ച് പരിചയമുണ്ട്, ലേശം ബോധപൂർവം ശ്രദ്ധിക്കുന്ന ആളാണെങ്കിൽ ഞാൻ പറയുന്നു ഈ ശ്ലോകങ്ങളൊക്കെ ഒരു പ്രയാസമില്ലാതെ മനസ്സിലാവും. പക്ഷെ നമുക്കെന്തുകൊണ്ട് വെച്ചാൽ അതിലേക്ക് അങ്ങോട്ട് മനസ്സ് പോകണില്ല, വേറെ ദിക്കിലാണ്. അപ്പോൾ അതിന് പല ഉദാഹരണങ്ങളൊക്കെ പറയുമ്പോൾ മനസ്സായിരിക്കും കുറേശ്ശെ വന്ന്, എന്നിട്ട് ഇതിൻ്റെ അടുത്തിടെ കാര്യം വളരെ കുറച്ചേ ഉള്ളൂ, അതിന് വളച്ചും തിരിച്ചും കുറയണം നമ്മളൊക്കെ. അതിൻ്റെ ആവശ്യമില്ല. നമുക്കിപ്പോൾ ഇത് വളരെ ആദ്യം കേട്ടാൽ വളരെ വിഷമം തോന്നും, പറഞ്ഞു തന്നാൽ ഒന്നും പ്രയാസമില്ല. എന്താ അത്? ഊർധ്വമൂലം അധശാഖം. ഈ ജീവിതത്തിൻ്റെ വേര് മുകളിലാണ്.
കൊമ്പുകളൊക്കെ താഴോട്ട് വേണം. ഇത് അശ്വത്ഥമാണ്, ആല് എന്നർത്ഥാനം. ഇതിനെ അവ്യയം, നശിക്കാത്തത് എന്ന് പ്രാഹു പറയപ്പെടുന്നു. എന്താ അർത്ഥം? ഈ ശരീരം എന്നുള്ളത് അങ്ങനെയല്ല, പറയപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല എന്നർത്ഥം. ഇത് ഛന്ദാംസി യസ്യ പർണാനി, ഇതിൻ്റെ ഇലകളൊക്കെ വേദങ്ങളിലെ ഛന്ദസ്സുകളാണ്. ഇതിനെ യഹ തം വേദ, ആരാണോ ഇതിനറിഞ്ഞത് സ വേദവിദ്, അവൻ അറിഞ്ഞവനാണ്. ഇതാ കഥ. പക്ഷേ ഇതിൻ്റെ അർത്ഥം ഈ വാക്കിനർത്ഥം മാത്രം കേട്ടാൽ നമ്മൾ ഭ്രമിക്കും. പലതരത്തിലും ഇതിന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ജീവിതത്തിൽ നമ്മളുടെ എല്ലാ കർമ്മത്തിൻ്റെയും ജീവിതത്തിൻ്റെ പരമമായ പ്രയോജനം സാധിക്കണമെങ്കിൽ ബുദ്ധി നേരെയാവണം. അത് മുകളിലാണല്ലോ. അതുകൊണ്ടാണ് ഇവിടെ ഊർധ്വമൂലം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിൻ്റെ എല്ലാത്തിൻ്റെയും സഫലത നിൽക്കുന്നത് സൽബുദ്ധിയിലാണ്. ബുദ്ധി നന്നല്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഊർധ്വമൂലം. പക്ഷേ ബുദ്ധി മാത്രം നന്നായി മനസ്സും അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങൾക്കും ശക്തി ഇല്ലാച്ചാൽ ജീവിതം ശരിയാവില്ല. അതുകൊണ്ടാണ് അധശാഖ, കീഴ്പ്പെട്ടാണ് ശാഖകളൊക്കെ ആണല്ലേ. അപ്പോൾ കാര്യങ്ങളൊക്കെ അതും ഉണ്ടാവണം, ബുദ്ധി നന്നാവണം. ഇങ്ങനെ ശരീരവും മനസ്സും ബുദ്ധിയും ശരിയായാൽ ജീവിതം ശരി. ഇത് അശ്വത്ഥം എന്ന് പറഞ്ഞാൽ ആല എന്നൊരർത്ഥമുണ്ട്. ഇന്നത്തെ പോലെ നാളെ ഇല്ലാത്തത് എന്നാണ് സംസ്കൃതത്തിലർത്ഥം. അതായത് എപ്പോഴും മാറിക്കൊണ്ട് അശ്വത്ഥം എന്ന് പ്രാഹു പറയപ്പെടുന്നു. ഇത് അവ്യയം എന്താണ്? മാറ്റം വന്നാലും മാറ്റേ വരുന്നുള്ളൂ, നാശം വരുന്നില്ല. അതായത് വികാരങ്ങൾ വരും, പക്ഷേ ഇല്ലാതെയാവില്ല. എന്നും ഇങ്ങനെ ഏതുപോലെ പുഴ തുടർച്ചയായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും അതിന് സ്ഥായി ഭാവമില്ല. എന്നാലും ഉണ്ടേനും നമ്മൾ ഈ പുഴയിൽ കുളിച്ചു എന്നൊക്കെ പറയാറുണ്ടല്ലോ. അപ്പോൾ ആ ഒഴുക്കിനെ ഒരു ശക്തി ഉണ്ട് അതിനൊക്കെ. തീരെ ഒഴുക്കില്ലാണ്ടായാൽ പിന്നെ അതിന് പുഴ എന്ന് പേരുമില്ല. അതേപോലെ ഈ ജീവിതവും അങ്ങനെ പറഞ്ഞു. ഇതിൻ്റെ പർണാനി എന്ന് പറഞ്ഞ ഇലകൾ ആണ് ഇതിൻ്റെ ഛന്ദസ്സുകൾ. ഛന്ദസ് പറഞ്ഞാൽ ഈ കവിതയ്ക്ക് ഉണ്ടാകുന്ന കാകളി എന്നൊക്കെ പറഞ്ഞ ചില വൃത്തല്ലേ, അങ്ങനെ ഛന്ദസ്. അപ്പോൾ ഈ വൃക്ഷത്തിൻ്റെ ഭക്ഷണം ഉണ്ടാക്കണമെന്നൊക്കെ ഇലകളാണ്. അപ്പോൾ ഓരോ ഇലകളിൽ നിന്നും ഭാഷ മേടിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് പറയാൻ കാരണം നമ്മുടെ ജീവിതത്തിൽ കാണുന്ന എല്ലാ 100,000 ഇലകൾ പോലെ പല ഉണ്ടല്ലോ ശരീരത്തിൽ. അത് ഓരോന്നൊന്നും നിങ്ങൾ ഏത് ജീവിയെ കണ്ടാലും ഏത് ചെടിയെ കണ്ടാലും എന്തെല്ലാം ഈ ലോകത്തുണ്ടോ അതൊക്കെ നമുക്ക് കുറച്ചെങ്കിലും ജ്ഞാനം തരുന്നുണ്ട്. അപ്പോൾ ഈ പുസ്തകം എന്നുള്ളത് തുറന്ന പുസ്തകമാണ്. ഈ പ്രകൃതി തന്നെയാണ് വേദം. യസ്തം വേദ സ വേദവിത്. ഇത് ആരറിയണോ അവനാണ് അറിവുള്ളത്. അതായത് അറിയാൻ വേണ്ടി പ്രത്യേകിച്ച് ഒരു പുസ്തകം പഠിക്കൊന്നും വേണ്ട. നിങ്ങൾ ഒന്ന് നോക്കി നിരീക്ഷിച്ച് അതിനെപ്പറ്റി ആലോചിച്ചാൽ മതി. അപ്പോൾ തന്നെ മനസ്സിലാക്കും. ഇതാണ് ഈ ജീവിതമാകുന്ന വൃക്ഷം എന്ന് ആദ്യം പറഞ്ഞു ഭഗവാൻ. പക്ഷേ ഈ ജീവിതവൃക്ഷത്തിനെ ഇത് എപ്പോഴും എന്തുണ്ട്, മാറ്റം വരുമല്ലോ. അപ്പം അതുകൊണ്ട് അടുത്ത ശ്ലോകത്തിൽ പറയാൻ പോകുന്നത് അധശ്ചോർദ്ധം പ്രസന്നാം തസ്യ ശാഖ ഗുണപ്രവൃദ്ധ വിഷയപ്രവാള അധശ്ചമൂലാന്യനുസന്ധതാനി കർമാനുബന്ധീനി മനുഷ്യലോകേ. എങ്ങനെയാണ് ഈ ജീവിതത്തിൽ നമ്മൾ ബന്ധനത്തിൽ കൊടുക്കുന്നത്? ബന്ധനം വാസ്തവത്തിൽ നമ്മളുണ്ടാക്കുന്നതാണ്. ഈശ്വരൻ ഒരു ബന്ധനം ഉണ്ടാക്കിയിട്ടില്ല. മനസ്സ് ഇതൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അത് ചെയ്തിട്ട് അതിൽ കുടുങ്ങണം. ഞാൻ പൂർണ്ണനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ബന്ധനമില്ല. മാത്രമല്ല നാരായണീയത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിത്യമുക്തത എന്നാണ് അവിടെ വാക്ക്. ഭാഗവതിലൊരു ഭാഗത്തുണ്ട്, ബദ്ധോമുക്ത ഇരി വ്യാഖ്യ. ഹേ ഉദ്ധവ, ബദ്ധനെന്നും മുക്തനും എന്നും പറയുന്നത് വെറും പറയലാണ്. ബദ്ധനുമില്ല മുക്തനുമില്ല. വാസ്തവത്തിൽ നിങ്ങൾ ബദ്ധനാണ് ധരിക്കുക, പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും മുക്തനാവാൻ സാധിക്കില്ല. നിങ്ങൾ മുക്തനാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ ബദ്ധനാവില്ല. ഇത് രണ്ടും വയ്യ. കാരണം അതൊക്കെ ദ്വന്ദ്വാണ്. ഈശ്വരൻ ദ്വന്ദ്വാതീതമാണ്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നു, അധശ്ച ഊർദ്ധം തസ്യ പ്രസദാം തസ്യ ശാഖ ഗുണപ്രവൃദ്ധ വിഷയപ്രവാള. വിഷയങ്ങളാണ് ഈ തളിരുകൾ, ഗുണങ്ങൾ കൂടിയിട്ട്. അതായിരുന്നു അധശ്ച മൂലാൻ അനുസന്ധതാനി. ഇത്
വളർന്നുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ ആദ്യത്തേൽ ശരീരഭാവന കൊണ്ടുണ്ടാകുന്ന ഭക്ഷണം പറഞ്ഞു, 14 ഗുണങ്ങളുണ്ടാവുള്ളൂ. ഇതിങ്ങനെ പലതരത്തിലും ഗുണങ്ങൾ. ഒരിക്കൽ സത്യം വലുതാവും, ഇത്തിരി കഴിഞ്ഞാൽ രജസ് വലുതാവും, പിന്നെ തമസ് വലുതാവും. ഭാഗവത്തിൽ ഇതിന് പറഞ്ഞിട്ടുണ്ട്. തമസ് ആണ് വളർന്നു വരിക, അപ്പോൾ രാക്ഷസീയ ഭാവവും ഈ സമുദായത്തിൽ. രജസ്സാണ് പറഞ്ഞു വെച്ചാൽ അപ്പോൾ ആസുര ഭാവം ഉണ്ടാവുക. സത്വ പറഞ്ഞു വെച്ചാൽ ദൈവീ ഭാവം ഉണ്ടാവുക. ഇവ മൂന്നും തിരിഞ്ഞ് വരുന്നതാണ്. ഇതിനൊന്നും ശാശ്വതമല്ല, അങ്ങനെ ഒരിക്കലും സാധിക്കില്ല. അപ്പോൾ അതിനെയൊക്കെ എന്ത് വേണം, നമ്മൾ ഇതൊന്നും മാറ്റം വേണമെങ്കിൽ ഇതിനെ ഒക്കെ മുറിക്കണമല്ലോ. കാരണം മുറിക്കാനേ പെടുന്നു ഇവിടെ. കർമാനുബന്ധീനി, കർമ്മങ്ങളെ കൊണ്ട് ബന്ധിക്കുന്നു. കർമ്മം രണ്ടിനും ആവാം. കർമ്മം കൊണ്ട് ബന്ധനം ഉണ്ടാവാം, കർമ്മം കൊണ്ട് തന്നെ മുക്തി ഉണ്ടാവാം. രണ്ട് വ്യത്യാസമുണ്ട്. ഒരേ കർമ്മം തന്നെ മതമത്സരങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുമാതിരി ആ മാതിരി ജീവിതത്തിൽ മനസ്സിൻ്റെ കീഴിലാണ് കർമ്മം ചെയ്യണ വയ്ക്കുക, അതൊക്കെ ബന്ധനായി. നേരെ മറിച്ച് മനസ്സിനെ ഒതുക്കിയിട്ട് ബുദ്ധി കൊണ്ട് ആലോചിച്ച കർമ്മം വയ്ക്കുക, ആ കർമ്മം തന്നെ ഈ ബന്ധനത്തെ ഇല്ലാതെയാക്കി നമ്മളെ മേലോട്ട് കൊണ്ടുവന്നാം. അപ്പോൾ രണ്ടു നമുക്ക് സാധിക്കും. നമുക്ക് കാണാറുണ്ടല്ലോ, ഒരേ കർമ്മം തന്നെ ഒരാളെ ബന്ധിക്കുന്നു, ആ കർമ്മം തന്നെ മറ്റൊരാളെ സന്തോഷിപ്പിക്കുന്നു. ജീവിതത്തിൽ പലതും കാണാം. നമുക്ക് ഒരാൾക്ക് പണം ഉണ്ടാവുന്നത് വളരെ സന്തോഷം. മഹർഷിമാർക്ക് ഒട്ടും ആവശ്യമില്ല. അവർ ദരിദ്രന്മാരല്ല കേട്ടോ. പലർക്കും അങ്ങനെ ഒരു ദാരിദ്ര്യൻ വിചാരമുണ്ട്, ഈ മഹർഷിമാർക്ക് ദരിദ്രന്മാരാണ്. അങ്ങനെയല്ല, അവർക്ക് അതിനോട് സംഘമില്ലാത്തുള്ളൂ. കാരണം അവർ എതിർച്ഛാലാഭ സന്തുഷ്ട, എന്ത് കിട്ടിയോ അതുകൊണ്ട് സന്തോഷിക്കുകയാണ്. ഭാഗവതം പറയുന്നത് ആരാ ദരിദ്രൻ? ദരിദ്രോ യസ്തു അസന്തുഷ്ട, കിട്ടിയത് കൊണ്ട് സന്തോഷിക്കാത്തതിൻ്റെ പേരാണ് ദരിദ്രൻ. അങ്ങനെ നോക്കിയാൽ വാസ്തവത്തിൽ ഇന്ന് നമ്മൾ ലോകത്ത് കാണുന്ന പണക്കാരെന്ന് വിചാരിക്കുന്ന പോലെ ദരിദ്രന്മാർ ലോകത്ത് ആരുമില്ല. കാരണം അവർക്ക് എത്ര കിട്ടിയാലും പോരാ. സാധാരണക്കാരന് ഞാനൊരു 99 കഥ പറഞ്ഞിട്ടുണ്ട് മുമ്പേ. ഒരു പണക്കാരൻ വളരെ ധാരാളം പണുണ്ട്, അയാൾക്ക് ഉറക്കമില്ല, 100 വിചാരങ്ങൾ വിഷമങ്ങളാണ്. തൊട്ടപ്പുറത്ത് അയാളുടെ പറമ്പിൻ്റെ അങ്ങപ്പുറത്ത് ഒരു കൂലിക്കാരുണ്ട്. അന്നൊക്കെ 4 അണയാ കൂലി, 25 പൈസ, എന്നൊക്കെ ധാരാളം നോക്കാം. അയാൾ വൈകുന്നേരം കൂലി കഴിഞ്ഞ് വന്നാൽ സാമാനമൊക്കെ മേടിച്ച് ഭക്ഷണം സുഖമായി കഴിച്ച് പിന്നെ പാട്ടും കളിയും കൂക്കും രസമായി, അയാൾക്ക് ആനന്ദമയ്യ. അപ്പോൾ ഒരു ദിവസം ഒരു സന്യാസി വന്നു ഈ പണക്കാരൻ്റെ കൂടെ. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഇവിടെയാണെങ്കിൽ ഇഷ്ടം പോലെ പണം എന്തുണ്ട്, പക്ഷെ സമാധാനം ഇല്ല. അപ്പുറത്തെ ഒരാളൊരു കൂലിക്കാരുണ്ട്, 4 അണ കിട്ടുക, അയാൾക്ക് എന്നും ചൊല്ലിയാണ്. എന്താ അതിങ്ങനെയാവോ ചോദിച്ചു. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. ഒരു കാര്യം ചെയ്യാം, നാളെ നിങ്ങൾ, അന്നത്തെ കാലത്ത് ഉറുപ്പിയ വളരെ വലുതാണ്, ഒരു 99 ഉറുപ്പിയ അയാൾക്ക് കൊണ്ടു കൊടുക്കുക. ഇത് നിങ്ങൾക്ക് ഇരിക്കട്ടെ. അയാൾക്ക് അത്ഭുതം തോന്നും. 99 ഉറുപ്പിക കഴിഞ്ഞാൽ അന്നത്തെ പറയാം 99 ലക്ഷം ഉറുപ്പിക കിട്ടുന്ന വലിയ, അത്ര വിലയാണ്. അതും കൊടുത്തിട്ട് ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് വരാം. അപ്പോൾ പറയൂ കാര്യം എന്താ നോക്കാലോ വെച്ചു. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ഇദ്ദേഹം ആ കൂലിക്കാരനോട്, എന്നോട് എനിക്കൊരു സ്നേഹം തോന്നിയിട്ട് ഒരു 99 ഉറുപ്പിക ഞാൻ തരാണ്, എനിക്ക് തരണ്ട, നീ വെച്ചു. ഞാനന്ന് അവിടെ വെച്ചു. വൈകുന്നേരം ഇയാൾ കൂലി കഴിഞ്ഞ് വന്നപ്പോൾ ഇയാൾക്ക് പരിഭ്രമായി. കാരണം ഇതാണ് 100 ആയി തിരക്കിടില്ല എന്നേ, 99 ഉള്ളൂ. അപ്പോൾ എങ്ങനെയാ? അപ്പോൾ 4 അണയിൽ 2 അണയ്ക്കുള്ള സാധനമൊക്കെ മേടിച്ചുള്ളൂ. എന്നിട്ട് അതുകൊണ്ട് മെല്ലൊക്കെ കഴിഞ്ഞുകൂടി വൈകുന്നേരം മുഴുവനും വിചാരം, ഇനി എത്ര ദിവസം വേണം ഇങ്ങനെ 2 അണയായിട്ടാണെങ്കിൽ എത്ര ദിവസം വേണ്ടി 1 ഉറുപ്പിക ആവാൻ. അപ്പോൾ പാട്ടുമില്ല, കളിയില്ല, യാതൊന്നുമില്ല. ഇതന്നെ വിചാരമാണ്, എങ്ങനെയാണ് അത് 100 ആക്കേണ്ടത്, എങ്ങനെയാണ് 100 ആക്കേണ്ടത് ചോദിച്ചിട്ട്. 2ാം ദിവസം 3 ദിവസം അപ്പോൾ ഇയാൾ നോക്കുന്നുണ്ട്, ഒരു സ്വല്ലില്ല വീട്ടിൽ നിന്ന്, ഒരു ശബ്ദം കേൾക്കണതിനില്ല അവിടുന്ന്. 4ാം ദിവസം സന്യാസി വന്നു. അപ്പോൾ എങ്ങനെ ഉണ്ടോ ചോദിച്ചു. അപ്പോൾ നല്ല സൗകര്യമുണ്ട്. കാരണം വെച്ചാൽ ഒരു ശബ്ദമില്ല, ഒരു സന്തോഷമില്ല, ഒന്നുമില്ല, എപ്പോഴും അങ്ങനെ ഒരു ആലോചനയിലിരിക്കുകയുള്ള എങ്ങനെ പറഞ്ഞു. ധന്യ പറഞ്ഞത് കേട്ടോ. അയാൾക്കത് 100 ആകാൻ തോന്നിയില്ലേ? തനിക്ക് ഈ ഉണ്ടായ ദുഃഖമൊക്കെ ഇത് എത്ര കിട്ടിയാലും പോരാ തോന്നുകയാണ്. അയാൾ എന്ത് ചെയ്തു, 3 ദിവസം കഴിഞ്ഞപ്പോൾ അയാൾക്ക് പൊറുതില്ലേണ്ടി അയാൾ 99 രൂപ എടുത്തിട്ട് വന്നിട്ട് കൊണ്ടുവന്നു. അത് ഇവിടെ ഇരിക്കട്ടെ, എനിക്ക് വേണ്ട പറഞ്ഞു. സമാധാനമായിട്ട് ജീവിക്കുന്ന ദിവസം ഇപ്പോൾ 3 ദിവസമായിട്ട് ഉറക്കമില്ല, ഊണുമില്ല, അതെങ്ങനെയാണ് 100 ആഗ്രഹം. ഇതൊക്കെ രസിക. ഇത് വലിയ രാമദാസ്, സ്വാമി രാമദാസ് ഉണ്ടല്ലോ, രാമതീർത്ഥൻ,
അതിൻ്റെ കഥകളാണ് രസമാണ്. അപ്പോൾ അതുപോലെയാണ് കർമാനുബന്ധീനി മനുഷ്യലോകെ. കർമ്മമാണ് നമ്മളെ ബന്ധിക്കണമെന്നൊക്കെ. ആ കർമ്മം എനിക്ക് കിട്ടണമെന്ന് വിചാരിക്കൊണ്ടാണ് ലോകസേവനം കൊണ്ട് ചെയ്യുകയാണെങ്കിൽ ആൾക്ക് സന്തോഷമാണല്ലോ, ഒരു ബുദ്ധിമുട്ടില്ല. അങ്ങനെ അല്ല, അത് പോരാന്ന് പറയണം. ഇനി 2 ശ്ലോകം കൊണ്ട് ഇതൊന്ന് മുറിക്കേണ്ട കഥ പറയണം. ന രൂപമസ്യേഹ തഥോപലഭ്യതേ നാന്തോ ന ചാതി ന സമ്പ്രതിഷ്ഠ അശ്വത്ഥമേനം സുവിരൂഢമൂലം അസംഗശസ്ത്രേണ ദൃഢേന ചത്വ തതപദം തത്പരിമാർഗിതവ്യം യസ്മിൻ ഗതാ ന നിവർത്തന്തി ഭൂയ തമേവ ചാദ്യം പുരുഷം പ്രപദ്യേ യഥപ്രവൃത്തി പ്രസൃതാ പുരാണി. സംസ്കൃതം കുറച്ച് പരിചയമുണ്ടെങ്കിൽ ഒന്നും വ്യാഖ്യാനമൊന്നും വേണ്ട, അത്ര രസമാണ്. മനസ്സിലാക്കണ്ട്. എന്ന രൂപം അസ്യേഹ, ഈ സംസാര വൃക്ഷത്തിന് ഒരു രൂപമില്ല. രൂപമില്ല, ഒരു പിടുത്തം കിട്ടില്ല അർത്ഥം. രൂപം ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവില്ല ഇതിന് എന്താ രൂപം. അതായത് എപ്പോഴും മാറി മാറി വരുന്ന രൂപമാണ്. അപ്പം തിരവല്ല, ഒരു തിര കഴിഞ്ഞാൽ വേറൊരു തിര, പിന്നെ ഓരോ തരത്തിലാണ്. അതുമാതിരി ഇതെന്താ ഉണ്ടാവുമെന്ന് പറയാം. തത്വോപലഭ്യം എന്നാ അന്തോ എന്നാ ചാരി, ഇതിന് തുടക്കവും ഇല്ല അവസാനവും ഇല്ല, എപ്പോഴും പുതു തന്നെ. ജീവിതത്തൊക്കെ നമ്മുടെയൊക്കെ അങ്ങനെയാണ്. നമ്മുടെ എന്തും ദിവസവും പുതിയ പുതിയ പ്രോബ്ലം ഉണ്ടാക്കാൻ നോക്ക്. ആ പ്രോബ്ലം ഉണ്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ മറ്റേ പ്രോബ്ലം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടാവും, എന്നാൽ അത് എടുക്കുകയും. എന്നിട്ട് എന്നും പ്രോബ്ലം മാറില്ല. ഈ പ്രശ്നം ഇപ്പം നാട്ടിലൊക്കെ ഈ പ്രശ്നം വയ്ക്കൽ ഒരു പ്രധാന കാര്യമാണ് ജ്യോതിഷക്കാരൻ വെച്ചിട്ട്. കാരണം അവർക്ക് എന്നും പ്രശ്നമാണ്. അതിന് ആ പ്രശ്നത്തെ ഇയാൾ വന്നിട്ട് ഇഷ്ടം പോലെ പെരുപ്പിച്ചിട്ട് അവർക്ക് എന്നും പ്രശ്നം ഉണ്ടാവട്ടെ എന്നുള്ള തരത്തില്ല. കാരണം നല്ല ആൾക്ക് കഴിഞ്ഞൂടാൻ നോക്കിയുള്ളൂ. പിന്നെയും വിളിക്കുകയും എൻ്റെ അമ്മയ്ക്ക് വലിയ ഇതായിരുന്നു ഈ പ്രശ്നം വയ്ക്കലൊക്കെ. അപ്പോൾ എന്താ വെച്ചത്, നോക്കിപ്പിച്ചു. അപ്പോൾ എന്നത് കണ്ടു പറഞ്ഞു. അപ്പം ഞാൻ ഒരു ദിവസം പറഞ്ഞു, അമ്മ നീ നോക്കിപ്പിക്കാതിരിക്കുമോ, നോക്കിയാൽ കാണാണ്ട് പറ്റില്ല പറഞ്ഞു. നോക്കിയാൽ കാണുമല്ലോ, നോക്കണ്ട വെച്ചാൽ പിന്നെ അതൊന്നും കാണില്ല. പക്ഷെ അതങ്ങോട്ട് ബോധ്യമില്ല. അശ്വത്ഥമേനം സുവിരൂഢമൂലം, വളരെ രൂഢഫലം മുറുകി പിടിച്ചിട്ടുണ്ട് ഈ സംസാരമാകുന്ന ജീവിതേ. അതിനെ എങ്ങനെയാണ് മുറിക്കുക? വെട്ടുവത്തിയോ അല്ലെങ്കിൽ മഴുകൊണ്ടൊന്നും ഇത് മുറിയില്ല. അസംഗശസ്ത്രേണ ദൃഢേന ചിത്വ, അസംഗം, സംഘമില്ലാതെ ഇരിക്കുക. സംഘം ഒട്ടുക, വേണ്ട പോലെ ഒട്ടുക, ഒട്ടലില്ലാതെ ജീവിക്കാം. ഭാഗവതത്തിൻ്റെ മാഹാത്മ്യം പറയുമ്പോൾ അവിടെ ഒരു ഇത് പറയും, ഒരു സ്ത്രീ സുന്ദരിയായിട്ട് നല്ല ചെറുപ്പക്കാരത്തി, അത് അവരുടെ അടുക്ക 2 കുട്ടികൾ. ഞാൻ പറഞ്ഞിട്ടുണ്ടാവും, പിന്നെ അറിയാം. ഈ കഥകൾ എന്തിനാണെന്ന് മനസ്സിലാക്കാനാണ്. സപ്താഹം ഇങ്ങനെ കഴിച്ചാൽ പോരാ, ഇത് മനസ്സിലാക്കണം. ജ്ഞാനവൈരാഗ്യങ്ങൾ ആണ് 2 കുട്ടികൾ, ജ്ഞാനവും വൈരാഗ്യവും. അവ വളരെ ശോഷിച്ച് അവർ വളരെ വിഷമിച്ച് നിൽക്കുകയാണ്. അപ്പം നാരദ മഹർഷി ചോദിച്ചപ്പോൾ ചെയ്ത് നോക്കും. അന്നേരം കഴിഞ്ഞ ശേഷം പലരും ചെയ്തു. അവസാനം ഭാഗവതം വായിച്ചപ്പോഴാണ് ജ്ഞാനവൈരാഗ്യം ഉണ്ടായതെന്നാണ് പറഞ്ഞു വരുന്നത്. എന്താ ഈ കഥാ ഉദ്ദേശം വെച്ചാൽ, നമ്മൾക്കിപ്പോൾ ഞാൻ ശരീരമാണ് എന്ന അജ്ഞാനം കൊണ്ടാണല്ലോ ഈ മോഹം വരുന്നത്. അതില്ലാണ്ടേ ആവണം. അതിനെന്താ മാർഗമുള്ളൂ? ജ്ഞാനം ഉണ്ടാവണം. അതപ്പോൾ ഇഞ്ചിന് പറയാൻ പോണത്, നിങ്ങളെ ശരീരമൊന്നും അല്ല, ആത്മാവാണ് എന്ന് പറഞ്ഞു തരാനാണ്. ആ ജ്ഞാനം ഉണ്ടായാൽ, അപ്പോൾ ഞാൻ പൂർണ്ണനാ പറഞ്ഞാൽ പിന്നെ വൈരാഗ്യം ഉണ്ടാക്കണ്ട, എനിക്ക് ആവശ്യമില്ല. എനിക്ക് വേണ്ടത് അല്ല അധികം എനിക്ക് ഭക്ഷണം വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എത്രയെങ്കിലും ഭക്ഷണം ഉണ്ടായിക്കോട്ടെ, നമുക്ക് ആവശ്യമില്ല, കഴിക്കുകയല്ലോ. എന്താണ് ആ സമയത്ത് പറ്റില്ല, പിന്നെ ആര് വിശപ്പുണ്ടാകുമ്പോൾ പറ്റും. അപ്പോൾ ജ്ഞാനവും വൈരാഗ്യവും ജീവിതത്തിൽ ഗീതയൊക്കെ ചെയ്യുന്നത് ഭാഗവതം പറയണത്. ജ്ഞാനം വെച്ചാൽ ഇപ്പോൾ ഞാൻ ഈ ശരീരമാണെന്നുള്ള തെറ്റിദ്ധാരണ മാറ്റി ഞാൻ ആത്മാവാണ് എന്നുള്ള വസ്തുത അറിയിക്കൽ. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ വൈരാഗ്യം ഒരു പ്രവൃത്തിയല്ല, അത് നമുക്ക് വേണം തോന്നുന്നില്ല. ഈ ശുഷ്ക വൈരാഗ്യം ഉണ്ടല്ലോ, ഞാൻ അത് കഴിക്കില്ല, ഇന്ന ചെയ്യില്ല, കാണില്ല, ഒന്നുകൊണ്ടൊന്നും വൈരാഗ്യമില്ല. കാരണം ജ്ഞാനം പോരാത്തതുകൊണ്ടാണ്. കാരണം മറ്റേ ആൾക്ക് എന്ത് കഴിക്കാം, എന്തും ചെയ്യാം, അത് ചെയ്യില്ല. ഇപ്പോൾ ഭാഗവത് എനിക്ക് ആദ്യം വിഷമം തോന്നിയായിരുന്നു. ഒരു വ്യാധനുണ്ട്, അദ്ദേഹം ഗീത ഉപദേശിക്കണമൊക്കെ ഉണ്ട്. വ്യാധഗീത, മാംസം മുറിച്ച് വെക്കുക എന്നൊക്കെ. എന്താ ഇങ്ങനെയൊക്കെ വയ്ക്കുമെന്ന് എനിക്ക് ആദ്യം ബോധ്യമുണ്ടായിരുന്നില്ല. ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ നമ്മളുടെ ഈ നീതി അനീതി ഒക്കെ ഉള്ളതൊക്കെ ഈ എന്താ സാപേക്ഷത്തിലേ ഉള്ളൂ. അപ്പോൾ കക്കരുത് എന്ന് ഇപ്പോൾ കുട്ടി കക്കണില്ല. അത് വാസ്തവത്തിൽ കേമക്കോട്ടം കൊണ്ടല്ല, അറിയാഞ്ഞിട്ടാ. അതിൻ്റെ സാധാരണക്കാരാകുമ്പോൾ കുറേശ്ശെ കളവ് പറഞ്ഞു എന്ന് വരും, ചെയ്യും, ആവശ്യമുണ്ട്. കളവാന്ന് അറിഞ്ഞിട്ട് ചെയ്യുക അല്ലേ. അത് പിടിക്കുമെന്ന് പേടിയുണ്ടെങ്കിൽ ചെയ്യാറില്ല, അവിടെ ഭയം കൊണ്ടാ.
മഹാത്മാവായ ഒരാളുണ്ട്. അദ്ദേഹം കക്കാത്തതും അല്ലെങ്കിൽ കളവ് ചെയ്യാത്തതും ചീത്ത പറയാത്തതൊന്നും നിയമം ഇദ്ദേഹത്തിന് പിടിക്കുന്നു വിചാരിച്ചിട്ടല്ല. കാരണം നീതിയുടെയും അപ്പുറത്തൊന്നുണ്ട്. അതാണ് പരമജ്ഞാനം. ആ ജ്ഞാനത്തിൽ അദ്ദേഹത്തിന് കക്കാൻ സാധിക്കില്ല, ഒരാളെ കളവ് പറയാൻ സാധിക്കില്ല. കാരണം ഒന്നാണ് ആ നൈതികത്വം എന്നാ വിനോബായിന് പേരിട്ടുള്ളത്, നീതിയുടെയും അപ്പുറത്ത്. അതാണ് മഹാത്മാക്കളൊക്കെ. നമ്മൾ എത്തേണ്ടത് അവിടെയാണ്. ഇപ്പോൾ മറ്റത് നീതിയിലാണെങ്കിൽ അതിനെ ഭയന്നിട്ടാണല്ലോ, അത് പോരാ. ആ അപ്പുറത്തേക്ക് എത്താൻ സാധിക്കണം. അതെങ്ങനെയാണ് സാധിക്കുക? ഈ 3 ഗുണങ്ങളിൽ നിന്നും അപ്പുറം വിടുക, ശരീരഭാവനയിൽ നിന്നും അപ്പുറത്തും വിടുക. എന്നാൽ എന്തായി? പിന്നെ നമുക്ക് തെറ്റ് ചെയ്യാൻ സാധ്യമല്ല. ഒക്കെ തെറ്റെന്നുള്ളതൊന്നും വരികയില്ല ആൾക്ക്. അത് ചെയ്യുന്നത് മുഴുവനും സത്യവും ന്യായവും അല്ലാണ്ട് ആൾക്ക് സ്വാഭാവികമായിട്ട് തന്നെ സാധിക്കില്ല. അതവിടെ പറഞ്ഞത് എന്തെന്ന്, അസംഗശസ്ത്രേൻ ദൃഢേന ചിത്വ. ഈ അസംഗം എന്നുള്ള അതാണ് ശസ്ത്രം. സാധാരണ ഉള്ള നമ്മുടെ ആയുധമൊന്നും ഇത് മുറിക്കാൻ പറ്റില്ല. കാരണം മനസ്സിലായി കട്ടെ. ഗ്രന്ഥികൾ എന്നൊരു പേരുണ്ട് മനസ്സിനെ. അമേരിക്ക പോയിട്ട് പറഞ്ഞു ഇങ്ങനെ ഹൃദയഗ്രന്ഥി, ഹൃദയത്തിലുണ്ടാകുന്ന ഗ്രന്ഥി വെച്ചാൽ നമുക്കുണ്ടാകുന്ന ആശാപാശങ്ങളാണ് ഗ്രന്ഥി. അത് മുറിച്ചാലേ ഈ ആത്മക്ഷാനം ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ സ്വാമിയോട് പറഞ്ഞു അത്രേ, അവിടെ ഞങ്ങൾ അനവധി ഓപ്പറേഷൻ നടത്തിയിട്ടുണ്ട് ഈ ഹൃദയത്തിൻ്റെ. ഒരു കെട്ട് ഇതിലിടയ്ക്ക് കണ്ടിട്ടില്ല അവർ. നിങ്ങളിങ്ങനെ അതിൽ കെട്ടുണ്ട് പറഞ്ഞു. അപ്പോൾ സ്വാമി പറഞ്ഞു, ഈ പമ്പ് ചെയ്യുന്ന ഹൃദയമല്ലത്, അതിൻ്റെ മേലെ ബുദ്ധിയുടെയും മേലെ ഒരു ഭാവന എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അതാണ് ഹൃദയം. അപ്പോൾ നമ്മളൊരാളെ വല്ലാണ്ട് അങ്ങനെ അടിക്കുന്നുകൊണ്ടിരിക്കുക, അയാൾക്കൊരു ഹൃദയമില്ല, അങ്ങനെ ദ്രോഹിക്കുന്നവരെന്ന് പറയാറുണ്ട്. അർത്ഥം എനിക്ക് പമ്പ് ചെയ്യുന്ന ഈ യന്ത്രമില്ല എന്നാ അല്ല, അയാൾക്ക് ഭാവനയില്ല, എല്ലാം ഈശ്വരൻ എന്നാണ് തോന്നണില്ലല്ലോ. അതാണ് ഗ്രന്ഥി. അത് മാറിയിട്ട് എല്ലാം ഈശ്വരീയമാണ് എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു നിയമമൊന്നും വേണ്ട. അത് അസംഗശസ്ത്രയാണ് ദൃഢേന ചിത്വ. ശരിക്കും മുറിക്കാൻ സാധിക്കും. എന്നാൽ എന്തിനാ അത് മുറിക്കുന്നത്? ഈ മരം മുറിച്ച് വീഴ്ത്താനല്ല, അതുകൊണ്ട് പല സാധനങ്ങളും ഉണ്ടാക്കാനാണ് ഈ മരം മുറിക്കുന്നത്. വെറുതെ മുറിച്ച് കഴിഞ്ഞല്ലോ, ഒന്നുമില്ലെങ്കിൽ വർഗ്ഗമെങ്കിലും ഉണ്ടാക്കും. ഇനി എന്താ നമ്മൾ അതുകൊണ്ട് ചെയ്യേണ്ടതാണ്? എന്താ പറയുന്നത്? തത പദം തൽ പരിമാർഗിതവ്യം. പരിമാർഗിതം തെരയ, ആ പദത്തെ തിരയണം. ഏത് തന്നെ? യസ്മിൻ ഗത ന നിവർത്തന്തി ഭൂയ. ഏതൊന്നിൽ ചെന്നാൽ പിന്നെ മടങ്ങി വരലില്ല. ഇപ്പോൾ നമ്മളുടെയൊക്കെ മടങ്ങി വരുന്നുണ്ട്. ജനനം മരണം, ജനനം മരണം. അത് അങ്ങനെ ദ്വന്ദ്ം നടങ്ങിയിരിക്കണം. കാരണം നമ്മളുടെ വാസന തീർന്നിട്ടില്ല. വാസന എന്നുള്ളത് തീരെ തീർന്നാൽ പിന്നെ ഒരു ജനനം വേണ്ട. ജനനമില്ല, പിന്നെ മരണമില്ല. അത് ആണ് ശാശ്വതമായ സ്ഥലം. അതാണ് ഇവിടെ പറഞ്ഞ പദം. തഥ പദം തൽ പരിമാർഗതവ്യം യസ്മിൻ ഗത ന നിവർത്തന്തി ഭൂയ. വീണ്ടും മടങ്ങി വരാം. എല്ലാം കഴിഞ്ഞ ശേഷം നമുക്ക് ഭക്ഷണം കഴിച്ചു, കുറച്ച് കഴിഞ്ഞാൽ ആദ്യം വേണം. ഉറങ്ങി ഇത്തിരി കഴിഞ്ഞാൽ ഉറങ്ങണം. വസ്ത്രം ഉപയോഗിച്ചു, ഇത്തിരി കഴിഞ്ഞാൽ വേറെ വേണം. ഇത് അങ്ങനെ ഒന്നില്ല. കാരണം ഇത് പൂർണ്ണതയാണ്. അതിന് തമേവ ചാദ്യം പുരുഷം പ്രപദ്യേ. ആ പരമമായ പുരുഷനെ, പുരുഷൻ എന്ന് പറഞ്ഞാൽ ആണെന്നർത്ഥമല്ല, മാറ്റമില്ലാത്തവൻ. മാറ്റമില്ലാത്ത പൂർണ്ണ നിരപേക്ഷൻ ഇല്ലേ? സത്യം, ജ്ഞാനം, അനന്തം ഒക്കെ ഉണ്ടല്ലോ. ഈ പുരുഷോത്തമനെയാണ് ഇവിടെ 15 പറയാൻ പോകുന്നത്. ആ പുരുഷനെ പരിമാർഗിതവ്യം വെച്ചാൽ തിരയണം. ഇപ്പോൾ കാരണം ഇപ്പം നമ്മളുടെ ദൃഷ്ടിയിലില്ല. വാസ്തവത്തിൽ നമ്മുടെ ഉള്ളിൽ അതായിരിക്കുന്നത്. നമ്മൾ അതിനെ തിരയണത് പുറത്താണ്. ഈശ്വരനെയൊക്കെ പുറത്ത് തിരയാണ്. പുറത്ത് തിരഞ്ഞാൽ കാണില്ല. കാരണം അകത്ത് തിരഞ്ഞാലും കാണില്ല. അതിന് പുറമില്ല, അകമില്ല, അതേ ഉള്ളൂ. ആത്മാവ് മാത്രമേ ഉള്ളൂ എന്ന് പറയണം. അതാ എൻ്റെ ചർച്ചിൽ. അല്ലാണ്ട് തിരഞ്ഞ് മറ്റേ സാധാരണ കണ്ടുതിരിക്കണ പിടിക്കലല്ലത്. ഇത് പൂർണ്ണമാണ്, നിരപേക്ഷമാണ്. അതിനെങ്ങനെ തിരയുക വെച്ചാൽ അത് എവിടെയും പോയിട്ടില്ല, ഞാൻ അതാണ് എന്ന ബോധം ഉദിക്കുകയാണ്. അതായത് തിരച്ചിൽ. തഥപ്രവൃത്തി യഥാ പ്രസൃത പുരാണി. ഏതൊന്നിൽ നിന്നാണോ ഈ ലോകം ഉണ്ടായത് അതാണ് കണ്ടെത്തി പിടിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ബോധം തന്നെയാണ് ഈ പറയുന്നത്. ബോധം, അല്ലെങ്കിൽ നാരായണ ഗുരുസ്വാമിയുടെ ഭാഷയിലാണെങ്കിൽ അറിവ്, ഉപനിഷത്തിൻ്റെ ഭാഷയാണെങ്കിൽ പ്രജ്ഞാനം ബ്രഹ്മ. പ്രകാശമാണ്, ജ്ഞാനമാണ് ബ്രഹ്മം. അതിനെ കണ്ടെത്തേണ്ടതില്ല, അത് മറന്നിട്ടേ ഉള്ളൂ. ആ മറവ് നീക്കലേ കൊണ്ടു, അല്ലാണ്ട് അതിനെ ഉണ്ടാക്കാനില്ല. ഉണ്ടാക്കിയതാണെങ്കിൽ ഇല്ലാണ്ടാവും. ഇത് ഉള്ളതാണ്. അതിനെന്ത് ചെയ്യണത്? എവിടെ നിന്നാണോ ഇതൊക്കെ തുടങ്ങിയത്, എല്ലാത്തിൻ്റെയും തുടക്കം
ഉള്ളതിൽ നിന്നേ തുടങ്ങി നോക്കൂ. 2 തരത്തിലുള്ള സാധനം നമ്മളവിടെ. ഒന്ന് ഉള്ളതും, 2 ഉണ്ടായതും. ഉണ്ടായതൊക്കെ ഇല്ലാതെയാവും, നിയമമാണ്. ഉള്ളത് ഒരിക്കലും ഇല്ലാതെയാവില്ല. നാസതോ വിദ്യതേ ഭാവോ നാഭാവോ വിദ്യതേ സദാ എന്ന് ആദ്യം പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഉള്ളത് അതിന് ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടല്ലോ. പാലിൽ വെണ്ണ ഉണ്ട്, കടഞ്ഞാൽ കിട്ടും. വെള്ളത്തിൽ വെണ്ണ ഇല്ല, കടഞ്ഞാൽ കിട്ടില്ല. അതുപോലെ ഈ പ്രപഞ്ചത്തിൽ ഈശ്വരനുണ്ട്. നമ്മൾ ഏതെങ്കിലും മാർഗത്തിൽ അതിനെ അന്വേഷിച്ചാൽ നിങ്ങളതിനെ കണ്ടെത്തും. നിങ്ങൾ തിരഞ്ഞില്ലെങ്കിൽ പാലവിടെ ഇരിക്കുകയുള്ളൂ, വെണ്ണ ഉണ്ടാവില്ല. വെറും പാലിൽ നിന്ന് വെണ്ണ കിട്ടില്ല, അതിലുണ്ടത്. അപ്പോൾ ആ എന്നും നശിക്കാത്ത, ഇങ്ങനെ ഭാഷയിൽ പറയിക്കൂ, നാശം തന്നെ ഒരു വാക്കില്ല. കാരണം ഉണ്ടായതല്ലേ നശിക്കൂ, ഇത് ഉണ്ടായതല്ല, ഉള്ളതാ. അതിനെ നിങ്ങൾ എന്ത് ചെയ്യണം? തിരയണം, ആ മഹത്തായ കാര്യം. അപ്പോൾ ജീവിതത്തിൻ്റെ ലക്ഷ്യം ഞാൻ ആരാണ് എന്ന് കണ്ടുപിടിക്കലാണ്. അപ്പോൾ നമുക്ക് ഒട്ടും അറിയാത്തത് ഞാനാരാന്നാ. മറ്റുള്ളവരൊക്കെ എല്ലാവരെയും പറ്റി അറിയാം, എന്നെ മാത്രം അറിയില്ല. നമ്മുടെ വിചാരം ഞാൻ എന്ന് പറഞ്ഞാൽ ഈ ശരീരമാണ്, ഞാൻ എന്ന് പറഞ്ഞാൽ ഈ മനസ്സാണ്, ഞാൻ എന്ന് പറഞ്ഞാൽ ബുദ്ധിയാണ്. ആരും നമ്മൾ ഞാൻ ശരീരം എന്ന് പറയാറില്ല, ഞാൻ മനസ്സ് പറയാറില്ല, ഞാൻ ബുദ്ധി പറയാറില്ല. എൻ്റെ ശരീരം, എൻ്റെ മനസ്സ്, എൻ്റെ ബുദ്ധി. അപ്പോൾ ഞാൻ പറയാണല്ലോ. അതാരാന്ന് തരാറില്ല നമ്മൾ. അതുകൊണ്ടാണ് വിഷമമൊക്കെ വരുന്നത്. അപ്പോൾ സദാ മാറിക്കൊണ്ടിരിക്കുന്ന ശരീര മനോബുദ്ധികളാണ് ഞാൻ എന്ന തെറ്റിദ്ധാരണ ഉള്ളിടത്തോളം കാലം നിങ്ങൾക്ക് ഈ വൃക്ഷമുണ്ടല്ലോ, ഇത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും, അശ്വത്ഥമായിരിക്കും. അതിൻ്റെ വേരങ്ങോട്ട് മുറിച്ചു കളഞ്ഞു. എന്താണ്? ശരീരഭാവന, മനസ്സിൻ്റെ ഭാവന, ബുദ്ധിയുടെ ഭാവന. ഇത് 3 അങ്ങോട്ട് പോയാൽ നിങ്ങൾ പൂർണ്ണനായി. എന്നിട്ട് ഈ ശരീരം അവിടെ ഉണ്ടാവും. ശരീരം പോവൊന്നുമില്ല, മനസ്സും പോകുന്നില്ല, ബുദ്ധി ഉണ്ടാവില്ല. അതിൻ്റെ സമ്പ്രദായം ഒന്നങ്ങോട്ട് മാറും. അതിൽ കാരണം ഇപ്പം അത് ഈ നിസ്സാര കാര്യങ്ങളിലാണ്, അല്ലെങ്കിൽ സംഘമാണതിൽ. മറ്റേതെന്തായി? നിസ്സംഗനവും. സന്യാസി എന്ന് പറഞ്ഞാൽ ഈ ശരീരം, മനസ്സ്, ബുദ്ധിയൊന്നും കളയണമെന്നില്ല. അതിനോടുള്ള ഒട്ടലല്ലാണ്ടാവും, അത്രേ വേണ്ടൂ. ഒട്ടലിട്ടാൽ അതിൽ സ്വതന്ത്രനായല്ലോ. അത് സാധിക്കും. അതാണ് നമ്മൾ ജീവിതത്തിൽ ചെയ്യേണ്ടത് എന്നാണ് ഈ 2 ശ്ലോകങ്ങൾ പറയുന്നത്. ഇനി അതിന് എന്തൊക്കെയാണ് നാം ചെയ്യേണ്ടത് എന്ന് വളരെ ഭംഗിയായിട്ട് പറയുന്ന ശ്ലോകമാണ് അടുത്തത്. വളരെ രസവും വളരെ പ്രധാനപ്പെട്ടതാണ്. നിർമ്മാണമോഹ ജിതസംഗദോഷ അധ്യാത്മനിത്യ വിനിവൃത്തകാമ ദ്വന്ദ്വേർ വിമുക്ത സുഖദുഃഖ സംജ്ഞേർ ഗച്ഛന്തി അമൂഢ പദമവേയം തൽ. മാനം എന്ന് പറഞ്ഞാൽ അളവ്. ഇവിടെ അളവ് വെച്ചാൽ ഞാൻ ശരീരമാണ് എന്ന അളവാണ് അഹങ്കാരം. ഞാൻ ഇത്ര ശരീരം മാത്രമാണ്. അതിൽ നിർമ്മാന, ആ മാനം അങ്ങോട്ട് പോകണം. ഞാൻ ശരീരം മാത്രമാണ്, ശരീരമാണ് ഞാൻ. ശരീരത്തിനെ കളയണമെന്ന് പറയുന്നില്ല. കാരണം ശരീരത്തിനെ കളഞ്ഞാൽ അപ്പോൾ ശരീരം വളരെ ശക്തിയിലാവും, ഇന്ന് വേറെ നിൽക്കുമല്ലോ. അതില്ല, ശരീരവും ഒക്കെ അത് തന്നെയാണ്. ഇപ്പോൾ സമുദ്രത്തിന് തിര പോകണമെന്ന് പറഞ്ഞാൽ പറ്റില്ല. കാരണം തിരയും സമുദ്രത്തിൻ്റെ ഉള്ളിൽ തന്നെയാണ്. എത്രയോ തിരകളുണ്ട്, പക്ഷേ അതൊക്കെ സമുദ്രം തന്നെയാണ്. നമുക്കത് വേറെ തോന്നുമ്പോൾ ബുദ്ധിമുട്ടേ. അപ്പം നിർമ്മാന ആ മാനം കൊണ്ട് പോകും. അപ്പം എന്ത് പോവും? മോഹം പോവും. കാരണം ഇന്നത് കിട്ടണമെന്നില്ല, അളവില്ലാത്തതായി. മാന അളവില്ലാത്തത്. അപ്പോൾ അയാൾക്കെന്ത് മോഹം? നിർമ്മാന മോഹ. അതെങ്ങനെയാണ് സാധിക്കുക? ജിതസംഗദോഷ. സംഘം, ഈ വസ്തുക്കളോടൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കി വെച്ചതാണ്. ഹോട്ടൽ എൻ്റെ സുഖദുഃഖങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കിയതാണ്. കാരണം ഇതെൻ്റെ ഏട്ടനാണ്, എൻ്റെ അച്ഛനാണ്, എൻ്റെ കുടുംബമാണ് എന്ന് പറയുമ്പോഴേ അവർക്ക് എന്തെങ്കിലും വരുമ്പോഴേ എനിക്ക് ദുഃഖമുള്ളൂ. ലോകത്തിൽ എന്തെല്ലാം നടക്കണു നമ്മളെ ഒന്നും ബാധിക്കണില്ല. കാരണം ഞാൻ അവരോടൊന്നും സംഘം ഉണ്ടാക്കിയിട്ടില്ല. സംഘം കൊണ്ട് വിട്ട് കഴിഞ്ഞോട് കൂട്ടിയിട്ട് ജീവിതത്തിൽ വാസ്തവത്തിൽ ഈ ഇവരൊക്കെ ഇന്ത്യയെന്ന് വിചാരിച്ചിറങ്ങിയാൽ പിന്നെ എത്ര വിഷമമെന്ന് പറഞ്ഞാൽ തീരില്ല. എത്ര കണ്ട് അത് ചുരുക്കി കിട്ടുന്നു സംഘം ദോഷം, അത്ര കണ്ട് നമുക്ക് സുഖമാണ്. സുഖമല്ല, സമാധാനമാണ്. സുഖത്തിനേക്കാൾ നമുക്ക് സമാധാനമില്ല. നമ്മൾ ഈ സംഘം കൂട്ടാൻ ശ്രമിക്കാം. അപ്പോൾ ഇവിടെ ഒരു പറമ്പുണ്ട്, ഇത് മേടിച്ചു. അപ്പോൾ ഇതിൽ വല്ല മരമൊറ്റ ഉണങ്ങുമ്പോഴേ നമുക്ക് പരിഭ്രമമുള്ളൂ. അടുത്ത പറമ്പിൽ മരമ്പോ വിഷമില്ല. അപ്പോഴേക്കും നമുക്ക് ആ അടുത്ത പറമ്പ് വാങ്ങാൻ പറ്റും. ആ അടുത്ത പറമ്പ് മേടിച്ചാൽ അവിടെ ഒരു മരം ഉണങ്ങിയാൽ അപ്പം നമുക്ക് പരിഭ്രമമായി. ഇതിൻ്റെ മുമ്പ് മറ്റേ വീട്ടുകാരായിരുന്നു, ഒരു പരിഭ്രമം ഉണ്ടായില്ല, ഉണങ്ങുക എന്ത് തന്നെ പോയിട്ട് യാതൊരു പ്രശ്നമില്ല. ഞാൻ ആ പറമ്പ് ഇങ്ങോട്ട് മേലേക്ക് വന്ന് കൊണ്ടൊന്നുമില്ല, നമ്മളത് എൻ്റെയാണെന്ന് അങ്ങോട്ട് തീരുമാനിച്ചു. എനിക്ക് ചെറിയ വരാറുണ്ട്. പശുവിൻ്റെ കഥ പറയും. പശു നല്ല കറവുള്ള പശുവാണ്. കുറച്ച് പണത്തിന് ആവശ്യമുണ്ട്. പശുവിനെ ഒരാൾക്ക് വിറ്റു, പണം കണ്ട് മേടിച്ചു. സാധാരണ അയാൾ ഒരു 5-5:30 മണിയാകുമ്പോൾ പയ്യന് വെള്ളം കൊടുത്തു,
പുല്ലിട്ട് കൊടുത്തോ എന്നൊക്കെ അന്വേഷിക്കും. അപ്പം അതിനെ മേടിച്ച് അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അന്ന് അയാൾ അവിടെ പോയിട്ട് പയ്യന് വെള്ളം കൊടുത്തോ അതിന് പുല്ല് കൊടുത്തോ എന്നൊക്കെ അന്വേഷിക്കാറുണ്ടോ? എന്തുവാണ് ചെയ്തോട്ടെ, കാരണം അയാൾക്ക് അതിൻ്റെ പ്രശ്നമില്ല, കയ്യിൽ കാശ് കൂടിയാണ് വേണ്ടത്. മറ്റേ ആൾ ഇതിലിടയ്ക്ക് ഇവിടെ വന്നിട്ട് ഇതിന് വെള്ളം കൊടുത്തോ പുല്ലിട്ടോ എന്ന് ചോദിച്ചിട്ടില്ല. ഇന്ന് മുതൽക്ക് പരിഭ്രമം മുഴുവൻ ആൾക്കാണ്, അയാൾക്ക് അതിന് പുല്ല് കൊടുത്തോ വരുന്നിട്ടുണ്ട്. സ്വാമി ഒരു കഥ പറയാറുണ്ട്, എനിക്ക് ചെവി വരാറുണ്ട്. ഒരു ടൗൺ, അവിടെ ഒരു 2 റോഡിൻ്റെ അങ്ങേപ്പുറം ഇങ്ങേപ്പുറം. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടോ അറിയില്ല, രാമേനൻ ഒരാളാണ് താമസിക്കുന്നത്. ടൗണിലൊക്കെ ആകുമ്പോൾ അങ്ങനെ എപ്പോഴും വർത്തമാനം പറയുന്ന നേരമല്ലേ, അവർക്കും രാവിലെ ഇട്ട് ഓടുക. അപ്പോൾ നോക്കാറിയല്ലോ നമ്മുടെ കഥ, പൊറുതിയൊന്നുമില്ലല്ലോ, കട്ടിച്ച് രാത്രി ഒന്നങ്ങനെ കടന്നുറങ്ങിയാമെന്ന് വിചാരിച്ചിട്ടാവും. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവർ ഭാര്യയും കുട്ടികളൊക്കെ വീട്ടിലേക്ക് പോയി, വാതിൽ പൂട്ടി. അധികം വരും, തുറക്കും, ആഫീസ് പോകും, വരും. ഒരു 10-20 ദിവസം കഴിഞ്ഞു പോയ ദിവസം ഇദ്ദേഹം വന്ന് കണ്ടു. പിന്നെ അതിലെ അങ്ങനെ വണ്ടി പോവുള്ളൂ, അങ്ങനെ ഗേറ്റ് തുറക്കണമെന്നില്ലല്ലോ, അത് പോവുക. ഒരു സന്ധ്യ ആകുമ്പോൾ അദ്ദേഹത്തിൻ്റെ വിറക് വരെ അവിടെ ഉണ്ടായിരുന്നു, അതിൽ ഒരു തീ പിടിച്ചു. അപ്പോൾ ഇവർക്ക് അദ്ദേഹത്തിനെ അറിയാം, ക്ലബ്ബിലദ്ദേഹം ഫോണിൽ വിളിച്ച് പറഞ്ഞു, അങ്ങനെ നിങ്ങളുടെ അവിടെ എന്താ തീയിട്ട് വേഗം വരും പറഞ്ഞു. അപ്പോൾ അത് സാരല്ലേ, ഞാൻ അത് കളി കഴിഞ്ഞിട്ട് വരാമെന്ന് ഒരാൾ അവിടെ വെച്ചു. ഇവർക്ക് തോന്നി എന്താ അയാൾക്ക് തലയ്ക്ക് സുഖമില്ലിരിക്കുമോ അങ്ങനെ പറഞ്ഞിട്ട്. കുറച്ച് കഴിഞ്ഞ് ഒരു ആളൊക്കെ ചാടി വീണ് ആക്കെ തീയൊക്കെ കെടുത്തി. 7-7:30 നമുക്ക് വണ്ടിയിൽ വന്നിട്ട് വീട്ടിലോട്ട് വന്നപ്പോൾ ചോദിച്ചു, ഇവർ ചോദിച്ചു എന്താ നിങ്ങളിങ്ങനെ എന്താ പറഞ്ഞിട്ട്. അത് സാരല്ലേ പറഞ്ഞു. അതെന്താ ചോദിച്ചു, ഞാനത് മിഞ്ഞാന്ന് അബ്ദുൽക്കാർക്ക് വീട്ടിലിറക്കണം പറഞ്ഞു പേരെ പണം ബാങ്കിലിട്ടിരിക്കുകയാണ്. അപ്പം എനിക്കിനി ബാങ്ക് പൊളിയൊന്നേ വീടുള്ളൂ, അല്ലാണ്ട് എന്ത് തീ കത്തിയാക്കി എന്തോടോ. അവയെ പെരാ സാധനമൊക്കെ ആ സംഘം എന്നുണ്ടല്ലോ, എത്ര ഭംഗിയുള്ള ഉദാഹരണം പറഞ്ഞാൽ തരില്ല. ഇതൊക്കെ നമ്മുടെ നിത്യാനുഭവമല്ലേ, നമുക്ക് വിറ്റ് കഴിഞ്ഞാൽ പിന്നെ യാതൊന്നുമില്ല. അപ്പോൾ എന്ത് വേണം ഇവിടെ, നിർമ്മാണ മോഹ ഇത് സംഘദോഷ അധ്യാത്മനിത്യ, അധ്യാത്മം അല്ലെങ്കിൽ ഈശ്വരഭാവന, അതാണ് സ്വഭാവമാണ്. ഈ അധ്യാത്മം അല്ലെങ്കിൽ സ്വഭാവമാണ്. ആ സ്വഭാവം ഈശ്വരനിലേക്കാക്കുക. ഇപ്പം നമ്മുടെ സ്വഭാവം ഈ പ്രകൃതിയിലേക്കാണ്. സ്വഭാവം, തൻ്റെ ഭാവം, ഞാൻ ശരീരമായി എന്ന് തോന്നലാണ് വാസ്തവത്തിൽ അധ്യാത്മം. സ്വഭാവം, എനിക്ക് ഭാവമില്ല, ഞാൻ ഉള്ളതാ, ഉണ്ടായിട്ടില്ല, ഞാനുണ്ട്. അധ്യാത്മ എപ്പോഴും ഞാൻ ഈശ്വരൻ അധ്യാത്മ വിനിവൃത്ത കാമ. അപ്പോൾ കാമൊക്കെ ഇല്ലാതെ അയാൾ എന്ത് ചെയ്യുന്നു, ദ്വന്ദ്വ ഏർ വിമുക്ത. അതിന് ദ്വന്ദ്വം എന്നുള്ളത് തീരില്ല. എന്താ ദ്വന്ദ്ങ്ങൾ? സുഖ ദുഃഖ സംജ്ഞേർ, സുഖം ദുഃഖം എന്ന പേരുള്ള സംജ്ഞാച പേരാണ്. എന്താ അർത്ഥം? അത് പേരേ ഉള്ളൂ, വാസ്തവത്തിൽ അതല്ല എന്ന് പറയുന്നത്. ഇപ്പോൾ വികൃതമായിട്ടുള്ളൊരു മനുഷ്യനാണ്, അയാൾക്ക് പേരെന്താ സുന്ദരനാ എന്ന് പറഞ്ഞാൽ എന്താ ഇപ്പോൾ നോക്കിയപ്പിന് എന്താ ഈ പേരുകൊണ്ട് കാര്യമില്ലല്ലോ, കാര്യം അങ്ങനെയല്ലേ. അതുമാതിരിയാണ് പലതരത്തിൽ നമുക്കറിയാം, പേരും അയാളുടെ പ്രവൃത്തിയും തമ്മിൽ പലപ്പോഴും ഒരു ബന്ധവും ഉണ്ടാവില്ല. ഇതുപോലെ സുഖ ദുഃഖ സംജ്ഞ, സുഖവും ദുഃഖവും എന്ന് നമ്മൾ പേര് കൊടുക്കുകയാണ്. ഏതാ സുഖം ഏതാ ദുഃഖം എന്നുള്ളത്, എനിക്ക് സുഖം മറ്റൊരാൾക്ക്. ഉദാഹരണം പറയാറുണ്ട്. ഇപ്പോൾ ഈ മുറിയിലെ ഞാൻ മദ്യം ഈ വക കാര്യങ്ങളും എനിക്ക് ഞാൻ കണ്ടിട്ട് തന്നെയില്ല പല സാധനങ്ങളും. ഇവിടെ ഒരു കുപ്പി 1-2 കുപ്പി മദ്യം കഴിക്കുക, ഞാൻ ഈ റൂമിലേക്ക് വരില്ല, ഇവിടുന്ന് ഓടും, ഇവിടെ നിൽക്കാൻ പറ്റില്ല എനിക്ക്. മറ്റൊരാളുണ്ട്, ഇത് വളരെ ഇഷ്ടമുള്ളതാണ്, അയാൾ ഇവിടെ വന്നാൽ മുറിയിൽ നിന്ന് പുറത്തേക്ക് പോയില്ല, ഇത് കഴിഞ്ഞവരെ പൊട്ടിരിക്കുകയുള്ളൂ. കാരണം കുപ്പി യാതൊന്നും ചെയ്തിട്ടില്ല. ഞങ്ങളുടെ മനോഭാവത്തിൻ്റെ വ്യത്യാസം, വേറെ യാതൊന്നുമില്ല. അപ്പോൾ സുഖദുഃഖ സംജ്ഞേ പേരാണ്. അതാ പറയുന്നത്, പേരെന്നുള്ളത് നമ്മൾ കൊടുക്കുകയാണ്. നല്ലതാണെന്ന് ഞാൻ തീരുമാനിച്ചാൽ അത് വേണം, നന്നല്ല എന്ന് വെച്ചാൽ എനിക്കത് വേണ്ട, ഇത്രയേ ഉള്ളൂ. അപ്പം അതുമാത്രമല്ല, ഞാൻ നോട്ടിൻ്റെ കഥ പറയാറുണ്ട്. അപ്പം ഒരു കഷ്ണം കടലാസിലേ 100 ഉറുപ്പ്യ എന്ന് പറഞ്ഞാൽ അതിന് നിങ്ങളുടെ അവിടെ ചെന്നാൽ നല്ലൊരു കൊല നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ അങ്ങോട്ട് ധരിക്കും ഈ കടലാസം പിടിച്ചിട്ട്. എന്താ ഭ്രാന്താണ് തോന്നാറുണ്ട് ചിലപ്പോൾ. അല്ല, കാരണം ഇവിടെ കുറേ ആളുകൾ ഇത് ഈ അംഗീകരിച്ചിട്ട് ഇത് പണമാണെന്നുള്ളത്. അപ്പോൾ ഇത് കൊടുത്ത് വേറെ ആളുടെ സാധനം തരും, ഒരേ കടലാസ് തന്നെ. അതേ കടലാസിന് മേളിൽ ഇന്ത്യ ഗവൺമെൻറ്റിൽ വരും, പാകിസ്ഥാൻ ഗവൺമെൻറ് എന്ന് പറഞ്ഞിട്ട് 100ൻ്റെ നോട്ടായിരിക്കുക, നോക്കിട്ട് വേണ്ടേനും. കാരണം ആരും മേടിക്കില്ല. എന്താ കാരണം? നമ്മൾ അത് നമ്മളുടെ പണമാണെന്ന് സങ്കല്പിച്ചിട്ടില്ല. അവിടെ നമ്മുടെ ഈ നോട്ട് അവിടെയും സങ്കല്പിച്ചിട്ടില്ല. അപ്പോൾ ഈ നോട്ടൊക്കെ സങ്കല്പമാണ്. ഇനി സ്വർണ്ണോ ചോദിച്ചാൽ അതും സങ്കല്പമാണ്. പക്ഷെ അവിടെ ഒരു വ്യത്യാസമുള്ളത്, പാകിസ്ഥാൻകാരനും അത് ആവശ്യം സങ്കല്പിച്ചിട്ടുണ്ട്, ഞാനും സങ്കല്പിച്ചിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ സ്വർണ്ണം കടത്തും അങ്ങോട്ടും ഇങ്ങോട്ടും.
അതെ, ഈ സ്വർണം സങ്കല്പിച്ച നമ്മൾ അല്ലേ. ഇവിടെ ഭഗവാൻ എന്താണ് സമലോഷ്ടാശ്മകാഞ്ചന എന്ന് പറഞ്ഞിവിടെ അല്ലേ. മണ്ണും കല്ലും സ്വർണവും അദ്ദേഹത്തിന് മണ്ണിൻ്റെ വികാരമാണെന്നറിയാം. പലരും തെറ്റിദ്ധരിച്ച് പറയാറുണ്ട് അയാൾക്കെന്താ വട്ടുണ്ടോ ചോദിക്കുന്നുണ്ട്. അങ്ങനെയല്ല, അയാൾ വളരെ മഹാത്മാവാണ്, നല്ല അറിവുള്ളതാണ്. കൃഷി ചെയ്യുന്നത് എന്തിലേ ചെയ്യുള്ളൂ? മണ്ണിലേ ചെയ്യുള്ളൂ, അവിടെ പറ്റുള്ളൂ. കല്ല് അയാൾ എന്തിനാ ചെയ്യുക? പെര പണിയാനൊക്കെ കല്ലേ വയ്ക്കുള്ളൂ, മണ്ണുകൊണ്ട് വയ്ക്കില്ല. അയാൾക്ക് നിശ്ചയുണ്ട്. 3 സ്വർണ്ണമുണ്ട്, അത് അകത്തേ വെച്ച് പൂട്ടുള്ളൂ, അല്ലാണ്ട് സ്വർണ്ണത്തിൽ ഇങ്ങനെ പൂട്ടുക കൃഷി നടത്തുക ഒന്നുമില്ല. അയാൾക്ക് ഓരോന്നും വെക്കേണ്ടത് എവിടെയാണ്? വസ്തുത ഒന്നാ സമലോഷ്ട ആശ്വകാഞ്ചന, അല്ലാണ്ട് ഒരു വങ്കത്തരമൊന്നും അല്ലേ കളി. ജ്ഞാനി എന്ന് പറഞ്ഞാൽ അല്ല, അയാൾക്ക് എവിടെ വെക്കണം എന്നറിയാം, എങ്ങനെ ഉപയോഗിക്കണം, അതിന് മാഹാത്മ്യമുണ്ട്. പക്ഷെ വസ്തുത ഇത് മൂന്നും മണ്ണിൻ്റെ തന്നെ വികാരമാണെന്ന് അദ്ദേഹത്തിന് വലിയ ഹൈ സയൻറ്റിസ്റ്റ് അദ്ദേഹം. ആ സയൻറ്റിസ്റ്റ് വ്യൂവിൽ എല്ലാം ഒന്ന്, ജീവിതത്തിൽ പലതരത്തിലും. അപ്പോൾ അങ്ങനെ സാധിക്കുമെന്ന് പറയണം. ഗച്ഛന്ത്യമൂഢ പദം അവ്യയം തത് പദം, അവ്യയം നാശമില്ലാത്തത് അല്ലെങ്കിൽ ചുരുങ്ങാത്തത്, ആ പദത്തെ പ്രാപിക്കണം. അപ്പോൾ ഈ 5 ശ്ലോകങ്ങളെ കൊണ്ട് ജീവിതം എങ്ങനെ ഈശ്വരാർപ്പണമാക്കിയിട്ട് നമുക്ക് സമാധാനമാക്കാൻ സാധിക്കും എന്ന് ഏകദേശം ഒന്ന് പറയും. ഇനി അതിൻ്റെ വിസ്താരമായിട്ട് പറയണം. ആ ഈശ്വരനെ എന്നുണ്ടല്ലോ, ഈശ്വരൻ എന്നൊക്കെ അങ്ങനെ പറയുവയ്ക്കൂ, ബോധം എന്ന് പറയാൻ വേണ്ടത്. അതിനെ എങ്ങനെ കാണാൻ, എന്താ മനസ്സിലാക്കാൻ? എന്നാൽ തത് ഭാസയതേ സൂര്യോ ന ശശാങ്കോ ന പാവക യത് ഗത്വ ന നിവർത്തേ തത് ധാമ പരമം മമ. പ്യുവർ സയൻസ് അത് മുഴുവനും. ഈ ലോകത്തിൽ എനർജി എന്ന് വരുന്നത് മുഴുവനും സൂര്യനാണ്, അല്ലാണ്ടില്ല. ആ സൂര്യനിൽ നിന്ന് നേരിട്ട് എനർജി കിട്ടുന്നതാണ് ഭാഗമായിട്ടാണ് ചന്ദ്രൻ. ആ എനർജി ഇവിടെ ഈ ഭൂമിയിൽ വന്നിട്ട് അതിന് വേണം വൃക്ഷം ഉണ്ടാവാൻ. അപ്പോൾ അതിലുള്ള അഗ്നി, ഇതൊക്കെ സൂര്യൻ്റെ തന്നെ എനർജിയാണ്. 3 ഫോമിൽ നിൽക്കുക അല്ലേ. ഇതൊക്കെ എന്നോ അറിഞ്ഞിരിക്കണവർ. അതുകൊണ്ടാണ് തത് ഭാസയതേ സൂര്യോ, ഈ സൂര്യൻ്റെ എനർജി പോലും ആ പരമമായ ജ്ഞാനം, അറിവ് അല്ലെങ്കിൽ വെളിച്ചം അതിനെ പ്രകാശിപ്പിക്കാൻ പറ്റില്ല. കാരണം സൂര്യനും ഒരു ഗോളാണ്. ആ സൂര്യൻ എന്താ കാരണം അതുണ്ടായതാണ് സൂര്യൻ. ഈ ആകാശത്തിലാണല്ലോ സൂര്യൻ നിൽക്കുന്നത്. ആകാശത്തിൻ്റെ കട്ടിയായ ഒരു ഫോമാണ് സൂര്യൻ. ആകാശത്തിന് ബോധമില്ല. അപ്പോൾ അതിന് ആ സൂര്യൻ തന്നെ. അതുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനയിൽ തൽ സവിതുർ വരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി. സവിതുർ എന്ന് പറഞ്ഞാൽ സൂര്യനല്ല, സൂര്യനിലുള്ള ഈശ്വരൻ, സവിതാവ്, അതിനെയാണ് നമ്മൾ പറയുന്നത്. ആ പരമമായ ശക്തി ഉണ്ടല്ലോ, ശക്തി എന്നൊന്നും പറയുക അതിനെ, അതെന്താന്ന് നാവുകൊണ്ട് പറയാനേ വയ്യ. അതാവുക വയ്ക്കൂ. ആ സൂര്യൻ ആരെ പ്രകാശിപ്പിക്കണില്ല? ഈ ബോധത്തെ. ബോധം ഉണ്ടെങ്കിലല്ലേ നമ്മൾ സൂര്യനെ കാണുന്നുള്ളൂ. ബോധമില്ലെങ്കിൽ സൂര്യൻ കാണുക. ബോധം ഉണ്ടാവാൻ സൂര്യൻ വേണ്ടി ഇനിയും കൂരിരുട്ടതിൽ നമുക്ക് ഞാൻ ഇരിക്കണമെന്ന് ബോധം ഉണ്ടാവാം. വെളിച്ചമൊന്നും ആവശ്യമില്ല. ആ സൂര്യൻ ഉണ്ടെങ്കിൽ പിന്നെ ചന്ദ്രൻ അതിനെ പ്രകാശിക്കുന്ന പറയേണ്ടതില്ല, അഗ്നി ഒട്ടും പറയേണ്ടതില്ല. എന്നാൽ സൂര്യോ എന്നാൽ ശശാങ്കോ എന്നാൽ പാവക യത് ഗത്വ നിവർത്തന്തെ, ഏതൊരു സ്ഥാനത്തെ പ്രാപിച്ചാൽ പിന്നെ മടങ്ങി വരിക എന്നൊന്നും ഏർപ്പാടില്ല. ഈ മടങ്ങി വരലും പോക്കുവരത്തൊക്കെ പരിമിതത്തിലേ വയ്ക്കൂ, പൂർണ്ണതയിൽ പോയി വരുമെന്നും പോയി അതാവുക വയ്ക്കൂ എന്ന് നിവർത്തന്തെ. ആ തദ്ധാമ, അതാണ് ധാമം എന്ന സ്ഥലം. പരമം മമ, എൻ്റെ പരമമായ സ്ഥാനം. ഏത്? ആ പൂർണ്ണത ആണ് ഈ ധാമം എന്നുള്ളത്. ഭഗവാന്റെ സ്ഥലത്ത് പറയാറുണ്ട്, വിനോബാചാര്യതിന് പരംധാം എന്നായത് പേര്. പരംധാം, ഈ പരമമായ, ഈ പരമം ഇതെന്ന് വന്നതാ. പരമം അതിനല്ലേ, പരമം എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠമായ. വാക്കുകൊണ്ട് ഇങ്ങനെ പറയൂ വയ്ക്കൂ. കാരണം ശ്രേഷ്ഠമായ എന്ന് വെച്ചാൽ നികൃഷ്ടമായ എന്നൊന്നുകൂടി വരുവോടെ. അപ്പോൾ ദ്വന്ദ്വും, അപ്പോൾ ഇത് ലഡുവും. പക്ഷെ പറയുമ്പോൾ അങ്ങനെയൊക്കെ വയ്ക്കൂ, അല്ലാണ്ട് നമുക്ക് പറയാൻ വയ്യ. ശബ്ദത്തിൽ വന്നാൽ അതിൻ്റെ പകുതിയെ പോയി. കാരണം അത് അനുഭവിക്കുക, അതാവുമല്ലാണ്ട് പറഞ്ഞാൽ പോയി. കാരണം രണ്ടായില്ലോ, ശബ്ദത്തിന് രണ്ടില്ലാണ്ട് ശബ്ദം ചെയ്യുക. ഇത് ഏകാണ്. അതാണ് എൻ്റെ മമ. എൻ്റെ എന്ന് പറഞ്ഞാൽ മമ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവിടെ ശ്രീകൃഷ്ണൻ്റെ ഈ മുമ്പിലിരിക്കുന്ന ചമ്മട്ടി പിടിച്ചിരിക്കുന്ന ആളാണോ ഈ മമ? അല്ല. അവിടെ ഈ മമ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം?
പൂർണ്ണത്തിൻ്റെ ആത്മാവിൻ്റെ ബോധത്തിൻ്റെ എപ്പോഴൊക്കെ മമ എന്ന് പറയുന്നതിലൊക്കെ ഈ ചമ്മട്ടി ഇരിക്കുന്ന കൃഷ്ണനല്ലത് ഈ പറയുന്നത് പരമാത്മസ്വരൂപം പറയാൻ വേണ്ടി ഒരു വ്യാവഹാരിക സത്യത്തിൽ പറയണം. പരിപൂർണ സത്യത്തിലാണെങ്കിൽ ഗീത ഉപദേശം ഉണ്ടാവാൻ വയ്യ, ആരോട് ഉപദേശിക്കണമൊന്നുമില്ല. അപ്പോൾ ജീവിതത്തിൽ നമുക്ക് ആവശ്യമുണ്ടല്ലോ പോക്കാം, അതിന് വേണ്ടിയിട്ട് പറയാണ് അതാണ് ഞാൻ എന്ന് പറയും. അപ്പോൾ ഞാൻ ആരാണ് എന്ന് പറഞ്ഞാൽ ഈ സൂര്യനും പറ്റില്ല, ചന്ദ്രനും പറ്റില്ല, അഗ്നിക്ക് മഞ്ഞ് പ്രകാശിപ്പിക്കാൻ പറ്റില്ല. അവരിലുള്ള പ്രകാശം എൻ്റെ പ്രകാശത്തിൻ്റെ ഒരു തുള്ളിയാണ്, അത്രേ ഉള്ളൂ. ഞാൻ പ്രകാശസ്വരൂപനാണ്. അവർ അത് ശ്രമിക്കണുള്ളൂ. അടുത്തത് വളരെ വ്യക്തമായിട്ട് പറയണം ഭഗവാൻ. മമൈവാംശോ ജീവലോകേ ജീവഭൂത സനാതന മനഃഷ്ടാനീന്ദ്രിയാണി പ്രകൃതിസ്ഥാനി കർഷതി. മമൈവാംശോ, ഈ ജീവൻ എന്ന് പറയുന്നത് എൻ്റെ തന്നെ അംശമാണ്. അപ്പോഴും ചിന്തിക്കണം നമ്മൾ. അപ്പോൾ എന്താ ഒരു കഷ്ണ എൻ്റെ തന്നെ ഒരു അംശം പറഞ്ഞാൽ ഇപ്പോൾ മേശയുടെ ഒരു അംശമാണ് മുറിച്ചിട്ട് അങ്ങനെയാണോ? അത് അല്ല. ഈ അംശം എന്ന് പറയുന്നത് എൻ്റെ തന്നെ സങ്കല്പമാണെന്നാണ്. ഞാൻ തന്നെയാണ് ആരെ ഈ ജീവനെ സങ്കല്പിച്ചിട്ടുള്ളത്. സങ്കല്പിക്കാൻ ആർക്കേ പറ്റുള്ളൂ? ബോധത്തിനെ സങ്കല്പിക്കൂ. ബോധമില്ലാത്ത ആൾ സങ്കല്പിക്കാൻ പറ്റുക? ബോധമാണ് ഞാൻ. ഞാൻ തന്നെ സങ്കല്പിച്ചു. സങ്കല്പിക്കുമ്പോൾ അതിന് എന്തായി വിലയായി വലിയ നോട്ടമൊക്കെ കാര്യം നമ്മൾ സങ്കല്പിക്കുന്നു. സങ്കല്പിക്കുന്നതോടുകൂടി രണ്ട് വീട്ടിലുള്ളവർ, ഞാൻ പഠിക്കുന്നു, വാരശ്ശേരി പഠിച്ചിട്ടുണ്ട്. ഒരു 54 കൊല്ലം മുമ്പ് അവരവിടെ പഠിക്കുന്നു, ഞാൻ പഠിക്കുന്നു. ഒരു ദിവസം എല്ലാവരും നിശ്ചയിച്ചു, ഞങ്ങൾ കല്യാണം കഴിക്കാൻ ഒരു മാല അങ്ങോട്ട് ഇട്ടു, ഒരു മാല ഇട്ടു. എൻ്റെ ഭാര്യയാണെന്ന് ഞാനും നിശ്ചയിച്ചു, അവരുടെ ഭർത്താവ് നിശ്ചയിച്ചു. അല്ലാണ്ട് എന്തേ ഇപ്പോൾ ഉണ്ടായത്? ആ സങ്കല്പം പോയാലോ? യാതൊന്നുമില്ല, കഴിഞ്ഞു. അങ്ങനെയില്ലേ? എത്ര ഇപ്പം ഇന്നലെ ആരോ പറയായിരുന്നു, തെക്കോട്ട് പോകും തോറും ഈ വിവാഹമോചന അത്രേ വിവാഹത്തെക്കാൾ അധികം നടക്കുന്നത്. കൂടുതലാണ്. കാരണം ഒരു ബന്ധമില്ല, സങ്കല്പമൊന്നുമില്ല. അപ്പോൾ അതേപോലെ അപ്പോൾ മമൈവാംശം ചോദിച്ചാൽ എൻ്റെ തന്നെ സങ്കല്പമാണ്. ഏത്? ഈ ജീവൻ, ജീവഭൂത. നോക്കൂ, വാക്കുതന്നെയുണ്ട് ജീവഭൂത, ജീവനായിട്ട് ഉണ്ടായത്. ഭൂത എന്ന് വെച്ചാൽ ഭൂതം വെച്ചാൽ ഈ നമ്മൾ വിചാരിക്കുന്ന ചെറുത്താനല്ല, ഉണ്ടായത് ജീവഭൂത. അതെങ്ങനെയാണ്? സനാതന. അതോ എന്നും ഉണ്ട് അർത്ഥം. ഭഗവാന്റെ സങ്കല്പം എത്ര കാലം നിൽക്കണു അത്ര കാലം ഈ ലോകം നിൽക്കും. ഭഗവാന്റെ സങ്കല്പം ഇല്ലാതെയാൽ പ്രളയം. അപ്പോൾ ഒന്നുമില്ല. സനാതന. എങ്ങനെയാണ് നടക്കുന്നത്? മനഃഷ്ടാനി ഇന്ദ്രിയാണി. ഇവിടെ 6 ഇന്ദ്രിയങ്ങളെന്ന് പറയുന്നു. ശ്രദ്ധിക്കേണ്ടതാണ്. 5 ഇന്ദ്രിയങ്ങളേ ഉള്ളൂ. പക്ഷേ 5 ഇന്ദ്രിയങ്ങൾ മാത്രമാണെങ്കിൽ അവർക്കൊന്നും പ്രവർത്തിക്കാൻ പറ്റില്ല. മനസ്സിൻ്റെ സഹായം വേണം. അതുകൊണ്ടാണ് അവിടെ മനഃഷ്ടാനി. ആ മനസ്സിനെയും ഒരു ഇന്ദ്രിയമായിട്ട് കണക്കാക്കി. എന്താ വ്യത്യാസം? പുറമെയുള്ള ഇന്ദ്രിയങ്ങൾക്കൊക്കെ പുറമുള്ള സാധനങ്ങളെ കാണുവയ്ക്കൂ, അല്ലാണ്ടില്ല. അകത്ത് നമ്മൾ പലതും കാണുന്നു. ഇപ്പോൾ വേദന കാണുന്നു, വിശപ്പ് കാണുന്നു, സുഖം തോന്നുന്നു, ദുഃഖം തോന്നുന്നു. ഇത് ഏത് ഇന്ദ്രിയം കൊണ്ടാണ് കാണുന്നത്? മനസ്സാ. അതിനെയാണ് മനസ്സാണ്. മനസ്സിന് പുറത്തുള്ളതിനും കാണാം, അകത്തുള്ളതിനും കാണാം. ആ മനസ്സിൻ്റെ അത് ഇപ്പോൾ അനേകാഗ്രത പലതിലേക്ക് പോവുക. അതിനെ ഏകാഗ്രമാക്കിയാൽ നിങ്ങൾക്ക് ഈശ്വരനെയും ഈ മനസ്സുകൊണ്ട് തന്നെ കാണാൻ സാധിക്കും. അപ്പോൾ മനസ്സങ്ങോട്ട് ഇല്ലാണ്ടാവുക ചെയ്യുക, അല്ലാണ്ട് മനസ്സുകൊണ്ട് കാണുകയല്ല. മനസ്സ് എന്ന ആ ഇന്ദ്രിയം അങ്ങോട്ട് ഇല്ലാതെയാവും. അപ്പോൾ നിങ്ങൾ ഈശ്വരനോ സൂര്യൻ്റെ വെച്ചത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വെറുതെ ഒരു കണ്ണാടി വെച്ചാൽ അപ്പുറത്ത് തന്നെ ഒരു ചൂട് സൂര്യൻ്റെ കാണുകയല്ലോ. നല്ലൊരു ലെൻസ വെച്ചിട്ട് ആ ഫോക്കസ് ചെയ്താൽ അവിടെ വെച്ചാൽ അങ്ങോട്ട് തീയടാവും. കാരണം ഈ ഇതൊക്കെ കൂടിയിട്ട് ഒരു ഭാഗത്തേക്കാക്കുക, ഒരു ഭാഗത്തേക്ക് കേന്ദ്രീകൃതമാക്കുക, അതല്ലെങ്കിൽ ഒന്നാവുക. അതുപോലെ മനസ്സ് ഇന്നിപ്പോൾ പലതിലേക്കും പോവാണ്. അതിനെ ഒന്നാക്കുക. ഇതിൻ്റെ പേരാണ് ധ്യാനം. അപ്പോൾ ആ ധ്യാനം ശരിയായാൽ സമാധിയിലെത്തും. അപ്പോൾ മനഃഷ്ടാനീന്ദ്രിയാണി പ്രകൃതിസ്ഥാനി. പ്രകൃതിസ്ഥിൽ നിൽക്കുന്ന അവയെ കർഷതി, ആകർഷിക്കുന്നു. ഈ മനസ്സ് പ്രകൃതിയിൽ എന്താ? പ്രകൃതി നശിക്കുന്നത്, മാറ്റം വരുന്നതിനെയാണ് നമ്മളിപ്പോൾ മനസ്സൊക്കെ വിളിക്കുന്നത്. അപ്പോൾ മനസ്സിനെ ഒന്നും ദുഃഖിക്കാനേ വിഷമുണ്ടാവുള്ളൂ. ഭഗവാന്റെ തന്നെ അംശമാണെങ്കിലും അതറിയണില്ല. ഞാൻ പൂർണ്ണനാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഭാഗം എന്ന് പറയാൻ പാടില്ല, എങ്കിലും പൂർണ്ണനാണെന്ന ബോധം പോകുമ്പോഴാണല്ലോ മനസ്സ് തന്നെ ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ ശരീരത്തിൻ്റെ പ്രശ്നമില്ലല്ലോ. പരമാത്മായതിൽ മഹാത്മാക്കൾക്ക് മനസ്സും ഈ ഇന്ദ്രിയങ്ങളൊക്കെ അവർക്കുണ്ട്. പക്ഷേ അവ അദ്ദേഹത്തിന് അധീനാണ്. ഇപ്പോൾ നമ്മളെങ്ങനെയാ വെച്ചാൽ ജീവഭാവം വന്നവരോട്ട് നാം അവയ്ക്ക് അധീന.
കാര്യം ഒന്നെ. ഒരാൾ എന്താണ് ശക്തനാണ്, മറ്റൊരാൾ ബദ്ധനാണ്. ബദ്ധനും മുഖമിൽ ഈ സങ്കല്പത്തിൻ്റെ വ്യത്യാസമാണ്. ആ സങ്കല്പത്തിൽ ഞാൻ മുക്തനാണെന്ന് സങ്കല്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അതൊന്നും ബാധയില്ല. അത് സാധിക്കും എന്ന് പറയുന്നത്. മനഃഷ്ടാനീനെ പ്രകൃതിസ്ഥാനി കർഷതി. അതെങ്ങനെയാണ് വരുന്നത് ചോദിക്കുക. എങ്ങനെയാണ് അതൊക്കെ സാധിക്കണമെന്ന് ചോദിച്ചാൽ അതിനർത്ഥം പറയുന്നു, ശരീരം യഥവാപ്നോതി യച്ചാപ്പുൽക്കറാമതീശ്വര ഗൃഹീത്വീതാനി സംയാതി വായുർഗന്ധാനി വാശയാൽ. ഒരു ഒന്നാന്തര ഒരു ഉദാഹരണം പറയുന്നത് സാധിക്കുമോ? ഇങ്ങനെയൊക്കെ വരച്ച ശരീരം യഥ ആപ്നോതി, എപ്പോൾ ഞാൻ ശരീരത്തെ ആപ്നോതി എടുക്കണു. അപ്പോൾ അത് എൻ്റെ അല്ലാതെ ഞാൻ എടുക്കുക വേറെ സാധനമല്ലോ. ആപ്നോതി യച്ചാപ്യുൽക്കറാമതി, എടുത്തതൊക്കെ കളയാലോ, അപ്പോൾ ഇല്ലാണ്ടാവുക. അപ്പോൾ ജനനവും മരണവും, ജനനം എന്ന് പറഞ്ഞാൽ സങ്കല്പത്തെ സ്വീകരിക്കുക, മരണം എന്ന് പറഞ്ഞാൽ സങ്കല്പത്തെ വിടുക, ഇത്രയേ അർത്ഥമുള്ളൂ. അത് ഉണ്ടാവും. അപ്പോൾ ഗൃഹീത്വ ഏതായിനി, ആ സമയത്ത് ഞാൻ എന്ത് ചെയ്യുന്നു, ഈ വാസനകളൊക്കെ എടുത്തിട്ടാണ് കൊണ്ടുവരിക. പോകുമ്പോൾ വാസനകൾ കൊണ്ടുപോവുക. അങ്ങനെ പറ്റുമോ? ഓ പറ്റും. അതിന് ഉദാഹരണം പറയുന്നത് വായുർഗന്ധാനി വാശയാൽ, വായു ഗന്ധത്തെ എടുത്തു കൊണ്ടുപോകുന്നത് പോലെ. വളരെ ഒരു പ്രയാസമില്ലാതെ അത്ര നല്ല ഈ മഹാത്മാക്കൾക്ക് ഉദാഹരണം പറയാൻ ഒരു പ്രയാസമില്ല. നമുക്കാ ബുദ്ധിമുട്ട്. പുഷ്പം എന്നുണ്ടല്ലോ, അതിൻ്റെ ഏതള് മറ്റ് ഞെട്ടി സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എന്താണത്? അതിൻ്റെ ശരീരം അല്ലേ? അതിൻ്റെ മണമാണ് അല്ലേ? മണമാണല്ലോ ആ പുഷ്പത്തിനെ. ഇപ്പോൾ ചെമ്പരത്തി പൂവും റോസപ്പൂവും വ്യത്യാസം വരുന്നത് മണമാണ്. അപ്പം ഞാനും നിങ്ങളും ഈ ഇരിക്കുന്ന ആളുകളും തമ്മിലുള്ള പല വ്യത്യാസത്തിന് കാരണം നമ്മുടെ വാസനയുടെ വ്യത്യാസമാണ്. ബാക്കി എല്ലാവരും ശരീരത്തിന് എല്ലാവരുടെയും ഒരുപോലെ. ഹോസ്പിറ്റലിൽ പോയാൽ രക്തത്തിനൊന്നും അയിത്തക്കാരൻ്റെ രക്തം അല്ലെങ്കിൽ നമ്പൂരിൻ്റെ രക്തമൊന്നും ഇല്ല. ചിലപ്പോൾ അയിത്തക്കാരൻ്റെ രക്തം നല്ലതാവുക, ഇയാളുടെ ഒന്നിനും കൊള്ളാത്ത രക്തമാവുക. ഇപ്പോൾ പറ്റുള്ളൂ. അതൊന്നും വ്യത്യാസമില്ല. ഇത് മുഴുവനും എന്ത് വരുന്നു? എവിടുന്നാണ് വരുന്നത്? വാസനകളെന്ന്. വാസന ഡിഫറൻസാണ്. അതിന് എപ്പോഴും നിൽക്കാൻ സാധിക്കില്ല. എന്തിന്? ഈ പുഷ്പത്തിനെ ഉണ്ടായതാണല്ലോ, അത് വൈകുന്നേരം നമ്മളേക്കും വാടും, അതാണ് താഴ്ത്തി വീഴും. അതിന് ശരീരം പോണ പോലെ ഉണ്ടായി ശരീരം. അതിലുണ്ടായിട്ട് വാസന എവിടേക്കാണ് പോകണം? വാസന എവിടേക്കും പോവില്ല. അത് ഈ വായുവിലേക്ക് തന്നെ ഇങ്ങോട്ട് വരും. വായു എന്ന് വന്നിരിക്കുകയാണ്, അത് വായുവിലേക്ക് തന്നെ പോകണം. വാസനയ്ക്ക് വ്യത്യാസമില്ല. മറ്റൊരു പുഷ്പം തരുമ്പോൾ അതിലേക്ക് അരി ചെന്നു, ആ വാസന അവിടെ. അത് വീണാൽ പിന്നെയും പോയി. വാസന എപ്പോഴും നിലനിൽക്കണം. എങ്ങനെ? രണ്ട് തരത്തിൽ. ഒരു പുഷ്പത്തിൽ പ്രകാശിച്ചു, അതിൽ പ്രകടമായിട്ട് കൊണ്ടും ഒന്നിലും പ്രകടമാവാണ്ടിയും അങ്ങനെ നിൽക്കാമല്ലോ. നമുക്ക് അനുഭവമില്ല. ഇപ്പോൾ ഇവിടെയൊക്കെ ഒന്നും വലിയ വാസനയൊന്നുമില്ല. അതൊരു പുഷ്പത്തിൽ കൂടി ആയാലേ പറ്റുള്ളൂ. ഇതുപോലെ ഈശ്വരൻ്റെ അംശമായ ഈ ശരീരത്തിൽ കൂടിയാണ് ഈശ്വരൻ്റെ അംശം പ്രകടമാകുമ്പോൾ. അപ്പോൾ നല്ലവരെ ചീത്തവരെ, നല്ല സുഖം ദുഃഖം എല്ലാം വന്നു. ആ ശരീരം പോയാൽ പ്രകടമല്ലാണ്ട് അത് ഇവിടെ തന്നെ ഉണ്ട്. ഇതിന് നാശമൊന്നുമില്ല എന്ന് വളരെ ഭംഗിയായിട്ട്, എത്ര ഒരു പ്രയാസമില്ലാതെ നമുക്ക് മനസ്സിലാവണം. അനുഭവമുള്ളതാണ് ശരീരം. അതിനാണ് മനസ്സിനെ പറ്റി പറയുന്നത് മുമ്പത്തിലേ. മനസ്സിനതൊക്കെ സാധിക്കുന്നത് നോതി ഉക്രാമതി ഇന്ന് വിട്ടുകൊടുന്നു. ഗൃഹീത്വ ഇതിനെ എടുത്തുകൊണ്ട് സംയാതി വായുർഗന്ധാൻ ഇവ ആശ, വായു ഗന്ധത്തെ എന്ന പോലെ ഇതിങ്ങനെ മാറി മാറി മാറി. അപ്പോൾ നമ്മളാണ് ഈ ജനനത്തിൽ ഇപ്പോഴുള്ള വാസന, അത് വേറൊരു ജന്മത്തിൽ ഈ വാസന എന്ന് പറയുന്നത് വായുവിൽ 10,000 തരം വാസന ഉണ്ട്. അതാത് തരത്തിലുള്ള വാസനയാണല്ലോ ഓരോ പൂവിലേക്കും ജില്ല. റോസിൻ്റെ ഇതല്ല, എന്താണ് വേറെ ഒന്നിൻ്റെ പൂവിൻ്റെ പല വാസന ഉണ്ട്. അതുമാതിരി ലോകത്തിൽ 1000കണക്കിനുള്ള വാസനയുള്ള ആളുകളുണ്ട്. അതാത് ആളുടെ വാസന നമുക്ക് അവനവന് നമ്മളെ പരിധി ചെടിയിലേക്ക് ആ വാസന അവിടേക്കാണ് ചെയ്യുക. റോസിൻ്റെ വാസനയെ നിൽക്കുക വയ്ക്കുക, അത് റോസ് ചെടിയിൽ ഉണ്ടെങ്കിൽ അതിലേക്കാ ചെല്ലും. അങ്ങനെ തന്നെയല്ലേ? നേരെ മറിച്ച് ചെമ്പരത്തിരയെന്ന് വയ്ക്കുക, അത് ചെമ്പരത്തിരയിലാണ് പോവുക. തെച്ചിയാണെങ്കിൽ അതിലേക്ക് പോവുക. തുളസിയാണെങ്കിൽ അതിനുണ്ടല്ലോ, എല്ലാത്തിനും ഇതുണ്ട്. അതിൻ്റെ അനുസരിച്ച് വാസനയ്ക്ക് അനുസരിച്ച് ഇങ്ങനെ പോയി കൂട്ടിക്കും. ഈ വാസന വായുവിലാവുമ്പോൾ അവർക്ക് വേറെ വ്യത്യാസമൊന്നും കാണാനും പറ്റില്ല, ഒക്കെ ഒരുമിച്ചാണ് നിൽക്കണം. ഇവിടെ അത് ശരീരം വരുമ്പോഴേ അതിന് വ്യത്യാസമുള്ളൂ. അതുമാതിരി ഭഗവാന്റെ അതിൽ ഇരിക്കുമ്പോൾ എല്ലാ വാസനകളും ഒരുപോലെ നിൽക്കുക. അതാത് ആളുകളുടെ ശരീരത്തിന് അവരുടെ നമ്മളുടെ കർമ്മത്തിനും അനുസരിച്ചിട്ട് പുതിയ വരുന്നു. അങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്ന് അതായത് ശാസ്ത്രം പറയാണല്ലോ. എങ്ങനെയാണ് ജീവിതം എന്ന് പറഞ്ഞ് മനസ്സിലാക്കണ്ടേ? ഇതിലൊരു പ്രത്യേകതയൊന്നുമില്ല. അതുകൊണ്ട് മരിച്ചാൽ ഒന്നും നഷ്ടമൊന്നും വരുന്നില്ല. വാസന അവിടെ നിൽക്കുന്നുണ്ട്. ആ വാസന പിന്നെ ഉണ്ടാവും. നമുക്കിവിടെ ആവശ്യം ഈ വാസന ഇല്ലാതെ ആവില്ല, വാസന പെരുകിക്കലല്ല. അപ്പോൾ കാരണം പുനരഭിജനനം ഇത് പിന്നെ വരും. ആ വാസന ഇല്ലാണ്ട് ആക്കലാണ് ഇപ്പോൾ ജീവിതം. അതാ അവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. വാസന എന്നുള്ളത് നമ്മുടെ സങ്കല്പമാണ്.
ആ സങ്കല്പങ്ങൾ മരിക്കുന്ന സമയത്ത് അയാൾക്ക് യാതൊരു സങ്കല്പവും ഇല്ല എന്ന് വരിക, പിന്നെ അയാൾക്ക് പുനർജന്മമില്ല, സാധിക്കില്ല. കാരണം അയാൾക്കൊരു വാസനയില്ല. അതാണ് ഈശ്വരന് പോകുമ്പോൾ ആ ജ്ഞാനികൾക്ക് ഇതൊക്കെ ഈശ്വരൻ്റെ സങ്കല്പമാണെന്ന് അവരറിഞ്ഞു. അപ്പോൾ അവർ ജീവിതത്തിൽ ഇങ്ങനെ നടക്കുന്നുണ്ടെങ്കിലും അവരുടെ ശരീരം മനസ്സും ബുദ്ധിയുണ്ടെങ്കിലും ജീവഭാവത്തിൽ മാത്രം അവർ നിൽക്കുന്നത്. ഇത് അവരുടെ ഒരു എക്യുപ്മെൻറ്റ്, ഒരു ഉപകരണം മാത്രമാണ്. ആ ഉപകരണം വലിച്ചിട്ട് താട്ടുപോലെ എറിഞ്ഞിട്ട് ഈശ്വരനിലേക്ക് തന്നെ ചേരുവരും. നമ്മളങ്ങനെയല്ല, ഈ ഉപകരണമാണ് ഞാൻ എന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ആ ഉപകരണം പിന്നെയും വേണം നോക്ക്. അവർക്ക് ഉപകരണത്തിൻ്റെ ആവശ്യമില്ല. അത് സാധ്യം. ഇവിടെ ജ്ഞാനപരമായിട്ടാണല്ലോ ഇവിടെ പറയുന്നത്. ഇനി ശ്രോത്രം ചക്ഷുസ്പർശനം ച രസനം ഘ്രാണം ഏവച്ച അധിഷ്ഠായ മനശ്ചായം വിഷയാൻ ഉപസേവത്തെ. എങ്ങനെയാണ് ഈ വിഷയങ്ങളെ ജീവൻ സ്വീകരിക്കുന്നത്? അതിൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾ, ശ്രോത്രം മനസ്സിലാവുമല്ലോ, ചെവി, ചക്ഷു കണ്ണ്, സ്പർശനം ത്വക്ക്, രസനം നാവ്, ഘ്രാണം മൂക്ക്, ഇങ്ങനെ ഇവയെ അധിഷ്ഠായ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അധിഷ്ഠാനത്തിൽ, അതിൻ്റെ ആശ്രയത്തിൽ. ഇപ്പോൾ കണ്ണ് എന്നൊരു സാധനം ഇല്ലാതിരിക്കുക, പിന്നെ കാഴ്ച എന്ന ഒരു ഗുണത്തിൽ എടുക്കാൻ പറ്റില്ല. ചെവി തീരെ ഇല്ല വിചാരിക്കുക, വെടി വെട്ടിയാൽ എന്താ പുക പോകണോ ചോദിക്കുകയുള്ളൂ. ആൾക്കാർക്ക് പറ്റില്ല, സാധിക്കില്ല. അങ്ങനെ ഓരോ ഈ അഞ്ച് കൊണ്ടുപോയ പൂർണ്ണ ശരീരം ഏതെങ്കിലും ഒന്നുണ്ടെങ്കിലും വാസന അവിടെ ഉണ്ട്, മരിക്കില്ല ആൾ അല്ലോ. തീരെ ഇല്ലാണ്ടേ പിന്നെ ആൾക്ക് ശരീരമില്ല. അപ്പോൾ ശ്രോത്രം ചക്ഷു സ്പർശനം രസനം ഘ്രാണ അധിഷ്ഠായ, അതിൻ്റെ അധിഷ്ഠാനത്തിൽ, ആശ്രയത്തിൽ എന്നാണ്. എന്തിനും ആശ്രയമാണ്. ഇപ്പോൾ പ്യുവർ സയൻസ് അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയാൻ തോന്നും. ചലനമാണതൊക്കെ. ഇവിടെ പരിമിതമാണല്ലോ, പരിമിതനെ ചലിക്കു വയ്ക്കൂ, അപരിമിതത്തിന് ചലിക്കാൻ വയ്യ. ഈ ചലനമാണെങ്കിൽ അപരിമിതമായ ഒരു ആശ്രയത്തിലെ പരിമിതത്തിന് ചലിക്കാൻ വയ്ക്കൂ അല്ലേ. അപ്പോൾ ഈ ലോകം മുഴുവനും ചലനം, സൂര്യനും ചന്ദ്രനും ഒക്കെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. രാസക്രീഡ പറയുന്ന സമയത്ത് ഒരു രസം പറയും അവിടെ. ഭാഗവതമൊക്കെ ശ്രദ്ധിച്ച് വായിച്ചല്ലോ. രാസക്രീഡ നടക്കുന്ന സമയത്ത് നല്ല പൂനിലാവ്, വെളുത്ത ഭാവമാണ്. അതാണ് വളരെ സന്തോഷമായിട്ടുള്ള സമയമാണ്. ഇപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ആ ചന്ദ്രനെ പോലെ കണ്ടിട്ട് അന്തം വിട്ടുപോയിന്നാ. എന്നിട്ട് ചന്ദ്രൻ സ്തംഭിച്ചു എന്ന് പറയുന്നതിന് പകരം അവിടെ ചന്ദ്രനോടുകൂടി എല്ലാ ഗോളങ്ങളും സ്തംഭിച്ചു എന്ന് ഭാഗവതം പറയുന്നു. എന്താ ഇപ്പോൾ വളരെ നേരം ഉണ്ടായി ആ രാത്രി എന്നാ പറയേണ്ട അവിടെ ആവശ്യം. അപ്പോൾ ചന്ദ്രൻ സ്തംഭിച്ചു എന്ന് പറഞ്ഞാൽ ഒരപകടം വരും. കാരണം ചന്ദ്രനെ സംബന്ധിച്ചുള്ളൂ, ഇത്തിരി കഴിഞ്ഞാൽ സൂര്യനെ ഉദിക്കും. അപ്പോൾ ഇവിടുത്തെ നിലാവൊക്കെ ലഡ്ഡും ഇല്ലേ. അങ്ങനെയല്ല, ചന്ദ്രനോടുകൂടി എല്ലാ ഗ്രഹങ്ങളും സ്തംഭിച്ചു. അപ്പോൾ ഭാഗവതകാരനറിയാം എല്ലാ ഗ്രഹങ്ങളും ചുറ്റുന്നുണ്ട്, ചന്ദ്രൻ മാത്രം നിന്നാൽ പറ്റില്ല, എല്ലാം നിൽക്കണം. അപ്പോഴേ സമയം, ചലനം കൊണ്ടേ സമയം അളക്കാൻ പറ്റുള്ളൂ. ചലനം ഉണ്ടായില്ല, അവിടെ എത്ര രാത്രികളാണ് രാസക്രീഡം ഉണ്ടായതെന്ന് അറിയില്ല എന്ന് ഭാഗവതത്തിൽ വളരെ വ്യക്തമായിട്ട് പറയാം. ഇതൊക്കെ വായിക്കുന്നവർ ശ്രദ്ധിച്ച് വായിച്ച് പറഞ്ഞാലേ ഇതിൻ്റെ രസിക്കത്തുള്ളൂ. അപ്പോൾ ഇതൊരു സ്ത്രീ പുരുഷ കളിയൊന്നും അല്ല. അവിടെ ആ പരമാത്മാവും ജീവാത്മാവും തമ്മിലുള്ള ബന്ധം, ഐക്യത്തിനെ പറ്റി അതുകൊണ്ടാണ് എന്താണ് വിവേകാനന്ദ സ്വാമി ഗീതേക്കാ മേലെയാണ് ഈ രാസക്രീഡ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വിവരമുള്ള വായിക്കണം, അല്ലെങ്കിൽ അവകാശമുണ്ട്. കാരണം മറ്റത് ഇങ്ങനെ കുറേ പെണ്ണുങ്ങളായിട്ട് ചാടിത്തുള്ളൂ എന്നൊക്കെ നിങ്ങൾ ധരിക്കുക. ഭാഗവതം പരിചയമില്ല, അതുകൊണ്ട് അങ്ങനെയല്ല അർത്ഥം. അപ്പോൾ അധിഷ്ഠായം മനശ്ചായം വിഷയാൻ ഉപസേവത്തെ, സേവിക്കുക, ഒന്നാവുക. അങ്ങനെയല്ലേ. ഇപ്പോൾ കാപ്പി അല്ലെങ്കിൽ മരുന്ന് സേവിക്കുക, പുറത്തിരുന്നാൽ പോരാ, ഞാനും മരുന്ന് ഒന്നാവണം. അപ്പോൾ അതിനോട് കൂടി സേവിക്കുക. അങ്ങനെ എന്താ ഈ ഈശ്വരനോട് കൂടി ആവുന്നു, വാസനയൊക്കെ പോയിട്ട് പിന്നെ അയാൾക്ക് എന്തില്ല, ജനന മരണമൊന്നും ഉണ്ടാവില്ല എന്നർത്ഥം. ഉൽക്രാമന്തം സ്ഥിതം വാപി ഭുഞ്ചാനം വാ ഗുണാന്വിത വിമൂഢാനാനുപശ്യന്തി പശ്യന്തി ജ്ഞാനചക്ഷുഷ. ഉൽക്രാമന്തം, ഉൽക്രാമച്ച അതൊന്ന് ക്രമിച്ചങ്ങനെ അടിവെക്കലാണല്ലോ. അപ്പോൾ അതായത് ചലനം. ഉൽക്രാമന്തം സ്ഥിതം, സ്ഥിരമായിട്ട് നിൽക്കുക. സ്ഥിരമായിട്ട് നിൽക്കുമ്പോഴും ചലനം ഉണ്ട് ഉള്ളിൽ. ഭുഞ്ചാനും വാ ഗുണാനു, അതിനെ ഭുജിക്കുക. ഇതിലൊക്കെ ഗുണങ്ങളുണ്ടല്ലോ, ഗുണങ്ങൾ മാറി 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 വരുന്നതാണ്. ഇങ്ങനെ ദുഃഖത്തിൽ ലഭിക്കൂ. ഒരു ഭാഗത്ത് നിൽക്കുക, അല്ലെങ്കിൽ എന്തും കഴിക്കുക, അതിനെ ഭുജിക്കുക. ഇങ്ങനെ വരുമ്പോൾ ഈ സമയത്തൊക്കെ എന്താ പറയുക, വിമൂഢാനാനുപശ്യന്തി, വിവരമില്ലാത്തവൻ ഇതൊന്നും കാണുന്നില്ല.
ഈ വരുന്നതും നിൽക്കുന്നതും നിലനിൽക്കുന്നതും പോകുന്നതും ഒക്കെ എന്ത് കാണുന്നില്ല? ഇതിനൊക്കെ അടിസ്ഥാനമായ ഒരാശ്രയത്തിന്മേൽ അത് നടക്കണതെന്ന് അയാൾ കാണുന്നില്ല. അയാൾ വിചാരിക്കണത് ഇത് ഇങ്ങനെ തന്നെ നടക്കുകയാണ്. തീവണ്ടിയിൽ പോകുമ്പോൾ എനിക്ക് തോന്നാറുണ്ട്, നമ്മൾ പ്ലാറ്റ്ഫോമിലിരിക്കുക, നിൽക്കുമോ വണ്ടി, അങ്ങേപ്പുറത്തോട്ട് വണ്ടി പോയിരിക്കുക, അങ്ങനെ നോക്കി, അപ്പോൾ നോക്ക് തോന്നുന്നു നമ്മുടെ വണ്ടിയെ പോകണമെന്ന്. ആ വണ്ടി അവിടെ നിൽക്കുക തോന്നും. എന്നിട്ട് ആ വണ്ടിയോട് ഓടിപ്പോയി നോക്കും. കഴിയുമ്പോൾ കുറച്ച് സ്ഥലം കാണും, ആ വണ്ടിയല്ലേ പോയി തോന്നും. അങ്ങനെ രണ്ട് വണ്ടി ഒപ്പം അങ്ങനെ ഓടുകയായിരിക്കുക, രണ്ടും വെറുതെ നിൽക്കുക തോന്നും, ഒരേ സ്പീഡിലാണെങ്കിൽ. അപ്പോൾ വണ്ടിയിലിരുന്നിട്ട് ഈ മറ്റ് ചലനമുള്ളതിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് ചലനമുണ്ട് തോന്നും, അല്ലെങ്കിൽ അത് ചലിക്കാമെന്നൊക്കെ തോന്നും. ഏത് ചലിക്കണു ഏത് അവിടെ നിൽക്കണമെന്ന് അറിയണമെങ്കിൽ ഒരൊറ്റ കാര്യം ഉണ്ടു, വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് പ്ലാറ്റ്ഫോമിലാണ് നിൽക്കുക. എന്നാൽ സ്ഥിരമായിട്ട് നിൽക്കുന്ന വണ്ടി ഏതാണ്, ഓടുന്ന വണ്ടിയാണ്, ഒക്കെ എല്ലാം നല്ലോണം അറിയാം. നിങ്ങൾ പ്ലാറ്റ്ഫോമിൽ നിൽക്കണം. അപ്പം നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്? ഒന്നുകിൽ ഓടാത്തൊരു വണ്ടിയിൽ, അല്ലെങ്കിൽ ഓടുന്ന വണ്ടിയിൽ. ഓടാത്ത വണ്ടിയിലാണെങ്കിലും നോട്ടൊക്കെ ഓടുന്ന വണ്ടിയിലിരിക്കാം. പ്ലാറ്റ്ഫോമിലേക്ക് പോയാൽ പിന്നെ നോക്കിയാലില്ല, പ്ലാറ്റ്ഫോമിലേക്ക് പോയാൽ ഓട്ടമൊന്നുമില്ലല്ലോ, നോക്കില്ലേ. ഈ ചലനമുള്ളതിലേക്കാണ് നോക്കണം. അതാണ് പറഞ്ഞത്, ഉത്ക്രാമന്തം സ്ഥിതം വാവി ഭുഞ്ചാനം വാ വിമൂഢ നാനുപശ്യന്തി. വിവരമില്ലാത്തവർ ഈ പ്ലാറ്റ്ഫോം കാണില്ല. എന്നിട്ട് എൻ്റെ വണ്ടി ഓടണം, ആ വണ്ടി ഓടണം. ഒരു വണ്ടി ഓടണില്ല പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ആൾക്ക്, അതിലിരിക്കുന്ന ആളുകൾക്ക് ഉണ്ടാവും. പശ്യന്തി ജ്ഞാനചക്ഷുഷ, വിവരമുള്ള ആൾ. പറഞ്ഞിരിക്കുന്ന അവിടെ ചക്ഷുഷ എന്നുള്ളതിന് അർത്ഥമുണ്ട് ജ്ഞാനചക്ഷുഷ, ജ്ഞാനമാകുന്ന ചക്ഷുസ്. എന്താ ജ്ഞാനം? ഈ ചലനമെല്ലാം നടക്കണമെങ്കിൽ, സങ്കല്പമെല്ലാം ഉണ്ടാവണമെങ്കിൽ അതിനെല്ലാം അടിസ്ഥാനമായ ഒരാത്മാവുണ്ടാവണം. അതിന് സങ്കല്പിക്കാനും സങ്കല്പിക്കാതിരിക്കാനും എന്ത് സാധിക്കും? അതാണ് ഞാൻ എന്ന് ബോധം വന്ന അയാളെയാണ്. അതുകൊണ്ടാണ് ഈ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല, ജ്ഞാനചക്ഷുഷ എന്നവർക്ക്. ജ്ഞാനമാകുന്ന കണ്ണുകൊണ്ട് വേണം ഇത് കാണാൻ. ആ ജ്ഞാനം എന്നുള്ളത് എന്താണ്? സത്യം, ജ്ഞാനം, അനന്തം, ബ്രഹ്മ, ഇതൊക്കെ പൂർണ്ണമാണ്. അതുകൊണ്ട് അത് വന്ന അത് നമുക്ക് ഇവിടെ വെച്ചിട്ട് സാധിക്കും. അല്ലാണ്ട് ജീവിതത്തിന് മരിച്ച ശേഷമൊന്നുമല്ല ജ്ഞാനം ഉണ്ടാവുക, ഇവിടെ വെച്ച് തന്നെ. ഇഹൈവ തൈർജിത സർഗോ യേഷാം സാമ്യ സ്ഥിതം മന മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വെച്ച് തന്നെ എന്ത് വേണം? ഈ സാമ്യത സാധിക്കണം. ശരീരമൊക്കെ വിട്ടിട്ട് പിന്നെ കിട്ടിയിരുന്ന കാര്യം അറിയില്ലല്ലോ ഉണ്ടോന്ന്. ഇവിടെ വെച്ച് തന്നെ സാധിക്കും. ഇതൊക്കെ നമുക്ക് ജീവിതത്തിൽ ഒരേ ശരീരമാണ് നമുക്കൊക്കെ. ഒരാൾ അയാളുടെ കൈ കൊണ്ട് എന്തൊന്നുമില്ലാത്ത നല്ല നല്ല കൊത്തുവേലകളൊക്കെ ഉണ്ടാകുന്നു, മറ്റേ ആൾക്ക് വറവ് കിട്ടാനും കൂടി അറിയില്ല. എന്താ കാരണം വെച്ചാൽ പരിചയിപ്പിച്ച. അപ്പം അങ്ങനെ ഓരോ കാര്യം, ഒരാൾ കവിത ഉണ്ടാക്കണം, ഒരാൾക്ക് സാധിക്കുന്നില്ല. ഒരാൾ ഈ ടെലസ്കോപ്പ് കണ്ണോട്ട് കണ്ടുപിടിക്കുന്നു. പലതും നമ്മുടെ ഈ അവയവങ്ങൾ തന്നെയാണ് ശാസ്ത്രജ്ഞന്മാർക്കുള്ളൂ, എനിക്കുള്ളൂ. അയാളതിനെ വേണ്ട മാതിരി ഉപയോഗിച്ചപ്പോൾ അതെ വൃദ്ധ കേന്ദ്രീകരണമായിരിക്കും. അങ്ങനെ ഇതൊക്കെ ഈ ഭൗതിക ശാസ്ത്രങ്ങളൊക്കെ അതാതിനെ കണ്ട് ഉള്ളിലേക്ക് നോക്കാനാണ് മനം എന്ന് പറഞ്ഞത്. മനസ്സുകൊണ്ട് ഇതെന്താന്ന് ഇങ്ങോട്ട് നോക്കിയാൽ അപ്പോൾ അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ആരാ അതൊക്കെ ഉണ്ടാക്കി തരുന്നത്? എവിടുന്നാ ഈ മനസ്സിൻ്റെ സമ്പ്രദായം ചലനാണ്, ഈ സങ്കല്പമാണല്ലോ. ആ സങ്കല്പത്തിന് മനസ്സിനൊരു പ്രത്യേകത ഉണ്ട്. രണ്ട് കാര്യവും ഒപ്പം സങ്കല്പിക്കാൻ വയ്യ. അങ്ങനെ വയ്യ മനസ്സിന്, ഏതെങ്കിലും ഒന്നേ ഉള്ളൂ. ഇതിൻ്റെ സൂത്രം കണ്ടിട്ടാണ് ഈ നാമം ചെല്ലാൻ പറഞ്ഞത്. നാമം ചെല്ലിയിട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ അപ്പോൾ നാരായണ നാരായണ എന്ന് പറയുമ്പോൾ ഭഗവാന്റെ ഒരു ഇതുണ്ടെങ്കിൽ അതിനെ എങ്ങനെ സങ്കല്പിക്കാൻ വയ്ക്കും. അപ്പോൾ അങ്ങനെ അത് പിന്നെയും ഇങ്ങനെ സങ്കല്പിക്കുമ്പോൾ ഈ ഇടയ്ക്ക് സങ്കല്പം കണ്ട് ഓടും വിറകിലേക്ക്. അപ്പോൾ നമ്മൾ പിടിച്ചുകൊണ്ട് പിന്നെയും ഇവിടെ തന്നെ ഈ ഒരു രൂപം ഉണ്ടല്ലോ. അങ്ങനെ കുറേ അങ്ങോട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേകത ഈ ഇതിന് നിങ്ങൾ അങ്ങോട്ട് പോകാൻ സമ്മതിക്കില്ല. എപ്പോഴും ഒരു പ്രത്യേക രൂപത്തിലേക്ക് പിടിച്ചിങ്ങോട്ട് കൊണ്ടുവരിക. കുറേ കഴിഞ്ഞാൽ മനസ്സിനൊരു മുഷിപ്പ് വരും. എന്തിന്? ഈ തണ്ടാൻ. അപ്പോൾ തെണ്ടി പരിചയ. അത് കഴിഞ്ഞിട്ട് ഒരു കുറച്ച് കാലം സമാധാനമായിട്ടിരിക്കുമ്പോൾ അപ്പോൾ അതിനൊരു സുഖം ഉണ്ടെന്നുള്ളത് അപ്പോഴാൾക്ക് മനസ്സിലാകും. അപ്പോൾ നമുക്കിത് പരിചയമില്ല. അപ്പോൾ നമ്മുടെ മനസ്സ് ഒന്നാന്തരം തെണ്ടിയാണ്, എല്ലാ ദിക്കിലും തെണ്ട. അതൊരു സുഖാച്ചിട്ടാണ് ഒരു ഭാഗം. എന്നിട്ട് ക്ഷീണിക്കുകയും ചെയ്യും. ഇത് അങ്ങനെയല്ല, ഒരു ഭാഗത്ത് ഒതുങ്ങിയിരുന്ന സുഖം ഉണ്ടെന്നുള്ളത് അതൊന്ന് പരിചയിക്കണം. ഇതിൻ്റെ പേരാണല്ലോ ധ്യാനം. അതിനാണ് നാമം ചൊല്ലിയിരിക്കാൻ പറഞ്ഞത്. അപ്പം നാമം ചെല്ലുമ്പോൾ ശബ്ദം അതാണ്. മനസ്സിൽ ഏകദേശം മുമ്പിലൊരു രൂപം ഉണ്ടെങ്കിൽ മനസ്സിനെ അങ്ങനെ ഓടുക. രണ്ട് ചിന്ത അല്ലെങ്കിൽ രണ്ട് തോട്ട്സ് ഉണ്ടല്ലോ, അത് ഒപ്പം മനസ്സിന് വരും വയ്യ. അപ്പോൾ എപ്പോഴും ഇതിനെ മാത്രമേ അങ്ങനെ വിചാരിക്കുക. അപ്പോൾ സങ്കല്പം ഇങ്ങനെ എന്താവുന്നു? ഒരേ സങ്കല്പം. ഇത് തന്നെയാണ് ഇപ്പോൾ ഈ ലെൻസിനെ വെറുതെ സൂര്യൻ്റെ രശ്മി വിട്ട് ഒരേ കിലോ വരുമ്പോൾ അവിടെ ചൂടായിട്ട് ആണ് കരിയുമല്ലോ. അതുപോലെ ഈ
അനുഭവമുള്ള സംഗതിയാണ്. സൂര്യൻ്റെ റേസ് ധാരാളം വരുന്നു. ആ ഒരു ലെൻസ് അങ്ങോട്ട് വെച്ചാൽ അതിനെയൊക്കെ കൂടി ഒരു ഭാഗത്ത് കണ്ടാക്കുന്നു, അവിടെ കയ്യാണ്ട് പൊള്ളണം അല്ലേ. ഇതുപോലെ ഇപ്പം നമ്മുടെ മനസ്സ് ഒന്നാന്തരം ഒരു ലെൻസാണ്. നമ്മൾ അതിന് ആ എന്താ പറയുക ഏകാഗ്രത ഉണ്ടല്ലോ, അവിടെ അല്ല, അത് പല കിളിയും ചെന്നി പോവുക. അപ്പോൾ സാധാരണ ഒരു ഗ്ലാസ് കൂടി പോകണ മാതിരിയുള്ളൂ, കിട്ടുന്നില്ല. അതിനെ ഒന്ന് ഏകാഗ്രത ആക്കണം, ഒരു പ്രത്യേക ലെവലിലാണ് പിടിക്കുക, എന്നാൽ കൃത്യമായിട്ട് കിട്ടും സാധനത്തിൻ്റെ മുകളിൽ അതിപ്പം അതിനാണ് ഒരു ഈശ്വരൻ്റെ കോയാണ്. അതങ്ങനെ സാധിച്ചാൽ എന്തായി, ജീവിതം സമാധാനമായി. കാരണം അപ്പോൾ ആ സൂര്യൻ്റെ വെളിച്ചം അതിനെ കരിക്കുന്ന പോലെ ഈ മനസ്സ് തന്നെ ഏകാഗ്രതമായിട്ട് ഈശ്വരനെ എന്തെങ്കിലും ഒന്നിനെ അങ്ങോട്ട് വെച്ചാൽ നിങ്ങളുടെ സങ്കല്പത്തിനെ മനസ്സെന്നെ കരിഞ്ഞ പോവും. പിന്നെ മനസ്സിൻ്റെ ആവശ്യമില്ല, പിന്നെ നമുക്ക് ആനന്ദമായി. ഇത് സാധിക്കും. ഇത് അത്ഭുതമൊന്നുമല്ല, അനുഭവത്തിൽ സാധിക്കുന്നു. രണ്ട് സങ്കല്പം ഒരുമിച്ച് പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിനാണ് ഇപ്പോൾ നാമം ചെല്ലുമ്പോൾ കുറേ കഴിഞ്ഞാൽ അങ്ങോട്ട് ഓടും മനസ്സ്. അപ്പോൾ നമ്മൾ പിടിച്ചുകൊണ്ടിരിക്കുക. കുറേ കഴിഞ്ഞാൽ മനസ്സിന് മുഷി പുറത്തേക്ക് പോകാൻ വേറെ വല്ലതും വിചാരിക്കാൻ പറഞ്ഞാൽ കൂടി നമുക്കത് പറ്റാണ്ടിയും. ജീവിതത്തിൽ തന്നെ ഒരു മാറ്റം വരും. ഇല്ലേ, നമ്മളെ തന്നെ ഒന്നാണ്ട് ശീലമായാൽ പിന്നെ അതിനെ വരെ ആലോചിക്കേണ്ട, അത് തന്നെ അങ്ങനെ നടന്നു പോകും. നമ്മുടെ ബുദ്ധി വേണ്ട. അതുമാതിരി ഈശ്വര ധ്യാനം അങ്ങോട്ട് ശീലമായാൽ പിന്നെ നമ്മൾ മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണ്ടെന്നും പറയണ്ട, മനസ്സ് പോകാൻ പറഞ്ഞാൽ കൂട്ടാക്കുന്നില്ല, അവിടേക്ക് ഉള്ളൂ. ഇതാണ് ഈ മെഡിറ്റേഷൻ എന്നൊക്കെ പറയുന്നത്. ഈശ്വരനെ നമ്മുടെ ഉള്ളിൽ കണ്ടെത്തി പിടിച്ച് തിരയേണ്ട കാര്യമൊന്നുമില്ല. പലരുടെയും വിചാരം അങ്ങനെയാണ്, എവിടെയോ ഒരിക്കലും ഈശ്വരൻ ഒളിച്ചിരിക്കുകയാണ്, നമ്മൾ പോയി തിരഞ്ഞു പിടിച്ച് പിടിക്കുകയെന്ന്. നമ്മളതാണ് ആ ഈശ്വരനെ. അത് മറന്നിറക്കുക. അതിനെ ആ മറവി മാറ്റുക വേണ്ടു, ഞാനുണ്ടാക്കണ്ട. അതിനാരാ വഴി? മനസ്സ്. 6 ഇന്ദ്രിയങ്ങളുണ്ടല്ലോ, മനസ്സാണ് ഈ ഇതിനെ മറക്കിപ്പിക്കുന്നത്. കാരണം അത് പലരിൽ നിന്ന് ശരിയാന്ന് പോവുക. നമ്മൾ തന്നെ സങ്കല്പിച്ചു അവിടെ സുഖമാണ് ഇവിടെ സുഖമാണെന്ന്. അവിടെയൊന്നും അല്ല, എനിക്ക് സുഖത്തിന് വേറെ ഒന്നും ആവശ്യമില്ല, ഞാൻ തന്നെ മതി എന്ന് മനസ്സുകൊണ്ട് പറഞ്ഞു തരും. പിന്നെ ബുദ്ധിമുട്ടില്ല. ഇതാണ് ജ്ഞാനചക്ഷുഷ്, മനസ്സിൻ്റെ തന്നെ ഒരു ഭാവമാണ്. അതുകൊണ്ട് സാധിക്കുന്നത്. യതന്തോ യോഗിനശ്ചൈനം പശ്യന്തി ആത്മന്യവസ്ഥിതം യതന്തോപ്യകൃതാത്മാന നയനം പശ്യന്ത തേജസ. വീണ്ടും ഭഗവാൻ പറയുന്നു, എന്താ ഈ വിഷമം വരുന്നത്? അതാണ് യതന്തോ യോഗിന. യതന്ത വെച്ചാൽ യത്നം ചെയ്യുക ഉണ്ടല്ലോ. എന്താ യത്നം ചെയ്യുക? ജ്ഞാന വൈരാഗ്യങ്ങൾ, ജ്ഞാനം ഉണ്ടാക്കുക, അപ്പോൾ വൈരാഗ്യം ഉണ്ടാവുക. അതാ യത്നം, ജ്ഞാന വൈരാഗ്യങ്ങൾ ഉണ്ടാക്കുക. യതന്തോ യോഗിനശ്ചൈനം പശ്യന്തി ആത്മന്യവസ്ഥിതം. ഈ പറഞ്ഞ ആത്മാവിലെ തന്നെ ആര്? ഈ ഈശ്വരനെന്നോ നിങ്ങൾ എന്ത് വേണമെങ്കിൽ പേര് പറഞ്ഞോളൂ, അതിൻ്റെ പേര് പറഞ്ഞാലും ഇല്ല, പ്രജ്ഞയെന്നോ, അത് ഇവിടെ തന്നെ നമ്മളിൽ തന്നെ, അല്ലെങ്കിൽ അതേ ഉള്ളൂ, മറ്റതൊക്കെ നമ്മൾ സങ്കല്പിച്ചുണ്ടാക്കിയതാണെന്ന് ആർക്ക് പറ്റും? യത്നിക്കണം. ഇപ്പം നമ്മൾ വേറെ ഒന്നിനും യത്നിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിലേക്കല്ലേ മനസ്സ് പോകുള്ളൂ. ഇതിനെ പറ്റില്ലല്ലോ. കാരണം ഈ ഏകാഗ്രതയല്ല, നമുക്ക് അനേകാഗ്രതയുള്ളത്. അപ്പോൾ അത് കളഞ്ഞ് ഈ ഏകാഗ്രത നമ്മൾ ശീലിച്ചാൽ ഇവിടെ തന്നെ ഇഹൈവ സ്ഥിതം യേഷാം സാമ്യ സ്ഥിതം മനാന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ തന്നെ നമുക്ക് സാധിക്കും. എന്തിന്? മനസ്സിനെ ഏകാഗ്രത വെച്ചാൽ വസ്തുത മനസ്സില്ലാണ്ടാവുക എന്നാട്ടോ അർത്ഥം. മനസ്സിനെ ശുദ്ധാക്കുക, മനസ്സിനെ ഏകാഗ്രതാക്കുക എന്നൊക്കെ പറയാം. വാസ്തവത്തിൽ മനസ്സ് എന്ന ഒന്നില്ല, സങ്കല്പമാണ്. ആ സങ്കല്പത്തിൻ്റെ രഹിതമാവുന്നതിൻ്റെ പേരാണ് മനസ്സ് ശുദ്ധാവുക, മനസ്സില്ലാണ്ടാവുക. അപ്പം ഞാൻ 13-ാം അധ്യായത്തിലെ ബ്രഹ്മാവ് സനകാദികൾ വന്ന് ചോദിക്കും. അപ്പോൾ ബ്രഹ്മാവ് പറയും സനാദികളോട്, നിങ്ങൾ ഈ ത്രിഗുണങ്ങളെ കൊണ്ടാണ് മനസ്സുണ്ടാക്കിയത്. ആ ത്രിഗുണങ്ങൾ 3 ഇല്ലാതെയായിട്ട് മനസ്സ് ശുദ്ധാവണം. അപ്പോഴേ നിങ്ങൾക്ക് ഇതിൻ്റെ ഈ കാര്യം മനസ്സിലാവുള്ളൂ, അതുവരെ മനസ്സിലാവില്ല അവർ. അപ്പോൾ നമുക്കത് കേട്ടപ്പോൾ ഒരു അധികം ഭ്രമമൊന്നും ഉണ്ടാവില്ല. കാരണം നമ്മൾ ആലോചിക്കുന്നില്ല. മനസ്സുണ്ടാക്കിയത് 3 ഗുണങ്ങളെ കൊണ്ട്. ആ 3 ഗുണങ്ങൾ നീങ്ങിയാൽ മനസ്സ് ശുദ്ധാവും. അപ്പം നിങ്ങൾക്ക് ഈശ്വരനെ കാണാവുന്നേ പറഞ്ഞത്. അവർ ബുദ്ധിമാന്മാരാ. അപ്പോൾ അച്ഛനോട് ചോദിച്ചത്, എന്താ ഈ പറഞ്ഞത് ശരിയാവണല്ലോ കുറച്ചു. കാരണം ഈ മനസ്സ് പറയുന്ന 3 ഗുണങ്ങളാണ്. ആ 3 ഗുണങ്ങൾ നീങ്ങിയാൽ പിന്നെ ഇവിടെ മനസ്സുണ്ടാവുക, പിന്നെ എന്താ ശുദ്ധാവിൽ? അപ്പോൾ ബ്രഹ്മാവിന് ശരിയാ. പിന്നെ അതിനെന്താ മറുപടി പറയേണ്ടത്? കാരണം ബ്രഹ്മാവിൻ്റെയും മനസ്സ് ശുദ്ധമായിട്ടില്ല. കാരണം സനകാദികളുണ്ട്, ബ്രഹ്മാവുണ്ട്, പലതുണ്ടെന്നാണല്ലോ. അതല്ലോ അശുദ്ധം.
എന്താ പറയേണ്ടതെന്ന് വെച്ചാൽ അപ്പോൾ ഭഗവാനെ സ്മരിച്ചു. അപ്പോൾ ഒരു മഹാത്മാവായ യോഗി വരെ ഒരു ആളവിടെ വന്നവിടെ വളരെ കണ്ടാൽ തന്നെ വളരെ വളരെ തേജസ്വിയായിട്ട്, എന്താ പേര്, അതവിടെ ഓർമ്മ വരുന്നില്ല. അപ്പോൾ ബ്രഹ്മാവിടുന്ന് കണ്ട് പറ്റുന്നാളുണ്ട്. ഇവർ ചോദിച്ചു, കോ ഭവാൻ, അവിടുന്ന് അങ്ങ് ആരാണാവോ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താ നിങ്ങൾ ജ്ഞാനികളല്ലേ, ഇവിടെ ആത്മാവ് മാത്രമേ ഉള്ളൂ എന്ന് അറിയണവരാണല്ലോ നിങ്ങളൊക്കെ. അപ്പോൾ ഞാനാരെന്ന് ചോദിക്കണത്, നിങ്ങളാരാ? ആത്മാവ്, ഞാനും ആത്മാവ്, ബ്രഹ്മാവും ആത്മാവ്. പിന്നെന്താ എന്നോട് നിങ്ങൾ ജ്ഞാനികളെ പറഞ്ഞിട്ട് എന്താ ഞാനാരാ ചോദിക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ അവർക്ക് ചോദിക്കേണ്ടിയിരുന്നില്ല തോന്നുന്നു, തെറ്റ്. ഇനി അല്ല, നിങ്ങൾ അങ്ങനെയല്ല, ഈ ശരീരം ഉണ്ടല്ലോ അതാരാന്നാണ് ഞങ്ങൾ ചോദിച്ചത് എന്ന് നിങ്ങൾ പറയാൻ ഭാവമുണ്ടെങ്കിൽ അതും ശരിയല്ല. എന്താ കാരണം അറിയോ? എൻ്റെ ശരീരം പഞ്ചഭൂതങ്ങളുണ്ടാക്കില്ല, നിങ്ങളുടെയും. പിന്നെ ഇപ്പം എന്താ ശരീരം വെക്കണത് ഇതിൽ പേര് ഓർമ്മ വരാണ്ടേ എൻ്റെ. പെട്ടെന്ന് വരുന്നില്ല. അപ്പം ഇവർക്ക് രണ്ട് തരത്തിലും നിങ്ങളുടെ ചോദ്യം ശരിയല്ലല്ലോ. പഞ്ചഭൂതം കൊണ്ടാണെങ്കിൽ ചോദിക്കാൻ പാടില്ല, ആത്മാവാണെങ്കിൽ ചോദിക്കാൻ പാടില്ല. പിന്നെ നിങ്ങളെന്താ എന്നോട് ഇങ്ങനെ ഈ നിങ്ങളാരാ ചോദിക്കണമെന്ന് ചോദിച്ചു, നിങ്ങൾ ജ്ഞാനികളും അല്ലേ? അപ്പോൾ അവരാകെ അന്തം വിട്ടു. അപ്പോൾ പറഞ്ഞു അവരോട്, ഞാൻ നിങ്ങളിപ്പോൾ ഒരു ചോദ്യം ചോദിച്ചില്ലേ, അതിന് മറുപടി പറയാൻ വന്നതാണ്. മനസ്സിലായിട്ട് ബ്രഹ്മാവ് എന്തേ പറഞ്ഞു വെച്ചാൽ, ഈ ത്രിഗുണങ്ങളാണല്ലോ മനസ്സ്, അത് ശുദ്ധമായാൽ അപ്പോൾ നിങ്ങൾക്ക് ജ്ഞാനം ഉണ്ടാവും എന്നല്ലേ എന്ന് പറഞ്ഞത്. അങ്ങനെ പറയൂക്കും. വാസ്തവത്തിൽ അത് ശുദ്ധമാവുക വെച്ചാൽ 3 ഗുണങ്ങളും ഇല്ലാണ്ടാവുക. അപ്പോൾ മനസ്സില്ലാണ്ടാവുക. അപ്പോഴാണ് എന്നെ അറിയാമെന്നാണ് പറഞ്ഞത്. അത് പറഞ്ഞാൽ അതിലേറെ പ്രശ്നവും. കാരണം മനസ്സിലാവുക, മനസ്സില്ലാണ്ട് എങ്ങനെയാണ് പറ്റുക? അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുക വെച്ചാൽ മനസ്സ് വേണ്ടേ? മനസ്സില്ലാണ്ടായാലേ മനസ്സിലാവുക പറഞ്ഞാൽ ആകെ കുഴപ്പമാവില്ലേ? അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് 3 ഗുണങ്ങളും പോയ മനസ്സ് ശുദ്ധമാവും, അപ്പോൾ മനസ്സിലാവുമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം അപ്പം മനസ്സില്ലാണ്ടാവും, പിന്നെ മനസ്സിലാവില്ല, നിങ്ങളതാവും എന്നായി പറഞ്ഞത് എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട് അവിടെ. 13-ലുള്ളതാണ് ഒരു മാസായ ഒരു അതവിടെ പറഞ്ഞത്. അവർ ഏതെന്തോ വ്യകൃതാത്മന നയനം പശ്യന്ത അചേതസ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അവർ പ്രവർത്തിക്കുന്നത് മനസ്സിനെ ശക്തിപ്പെടുത്താനാണ്. മനസ്സിനെ ശക്തിപ്പെടുത്തലല്ല വേണ്ട, മനസ്സിനെ ഇല്ലാതെയാക്കല വേണ്ട. പരമജ്ഞാനം അറിയാൻ മനസ്സ് എന്ന ഒന്ന് ഇല്ലാതെയാവുകയാണ് വേണ്ടത് അവിടെ. അല്ലാണ്ട് പേര് വന്നു മുമ്പത്തെ ഒരു ഹംസമായിട്ട് വന്നു എന്നാ, ഹംസഗീത എന്നതിന് പേര്. ഹംസം, നമ്മുടെ ഒരു ഭാവന ഹംസം എന്നൊരു പക്ഷിയുണ്ടെന്നും പാലും വെള്ളവും കൂടി വെച്ചാൽ അത് ആ പാല് മാത്രം എടുത്ത് വെള്ളത്തെ ഉപേക്ഷിക്കും എന്ന ഒരു കവിസങ്കല്പമാണോ അറിയില്ല, ഉണ്ടാവാം. ഇത് വലിയാണ്. ഇപ്പോൾ ഈ പറഞ്ഞതിലത്ത് ഇദ്ദേഹം ഒരു ഹംസം എന്ന് വെച്ചാൽ ഈ പറഞ്ഞാലത്തെ ജ്ഞാനം എന്താ പറഞ്ഞു കൊടുക്കാൻ സാധിച്ചു, മറ്റു മനസ്സിലാവില്ല. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് എന്തിനാ വെച്ചാൽ, യത്നിച്ചാലും അകൃതാത്മന്മാർ, അതായത് വിഷയഭോഗങ്ങളിൽ നിന്ന് മടങ്ങിയിട്ടില്ല വയ്ക്കുക, അവർക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാൻ വീണ്ടും പറയട്ടെ, ഗീതയിൽ 2 ശ്ലോകങ്ങൾ ഞാൻ വളരെ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, വളരെ ശ്രദ്ധിക്കേണ്ട. 2-ാം അധ്യായത്തിൽ 52-ഉം 53-ഉം ആവുന്ന എൻ്റെ തോന്നൽ. യഥാതേ മോഹകലിലം ബുദ്ധിർ വ്യതിരിഷതി തഥാ ഗന്ധാസി നിർവേദം ശ്രോതവ്യ ശ്രുതസ്യജ ശ്രുതി വിപ്രതിപന്നാതെ യഥാതാസ നിശ്ചന സമാധാ വചല നിത്യ തഥാ യോഗമവാപ്സി എന്ന 2 ശ്ലോകമുണ്ട്. അല്ല, ആദ്യത്തിൽ പറയുന്നത് ഈ മോഹകലിലം, മോഹം ഞാൻ പരിമിതനാണെന്ന് തോന്നല്, അതാണ് ചളി. യഥാ മോഹകലിലം ശ്രോതവ്യസ്യ ശ്രുതസ്യശ, കേട്ടതിൻ്റെയും കേൾക്കാനുള്ളതിൻ്റെയും എന്നൊക്കെ പറയാം. വളരെ മനസ്സിരുത്തിയാണ് നമ്മൾ എല്ലാ ഭോഗങ്ങളും. ഇപ്പോൾ ഞാനിതേവരെ കാശിയിൽ നിന്ന് പോയിട്ട് കണ്ടില്ലായിരിക്കാം. ആദ്യം ഞാൻ കേൾക്കുകയാണ് കാശിയിൽ നിന്നൊരു സ്ഥലം ഉണ്ടത്, എന്നിട്ട് വേണം അത് പോയി കാണുക. അതുമാതിരി നല്ലൊരു പലഹാരം ഭക്ഷണത്തിൻ്റെ ആയിരിക്കുക. ആദ്യം ഞാൻ അങ്ങനെ ഒരു പലഹാരം കേൾക്കുക, എന്നിട്ട് അത് കഴിക്കുക. അങ്ങനെ തന്നെയല്ലേ?
അങ്ങനെ ഓരോ ഇന്നൊരു പാട്ടുണ്ട്, ആദ്യം ഞാൻ കേൾക്കുക, എന്നിട്ട് പിന്നെ അത് ശ്രമിക്കണം. അപ്പോൾ അതായത് അനുഭവിച്ചതെന്ന് പറയുന്നതിന് പകരം ആദ്യം കേട്ടിട്ടും അനുഭവിച്ചത്, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാവും. അതിലൊന്നും ബന്ധമില്ലാണ്ട് അവിടെ. പിന്നെ ശ്രുതസ്യ, ഈ ശ്രോതവ്യ, ചില കേൾക്കാനുള്ളത്, നമ്മൾ അനുഭവിക്കാത്ത പല കാര്യം. അപ്പോൾ സ്വർഗ്ഗലോകം നരകലോകം എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ, അറിയില്ല. അങ്ങനെ ഒന്നും ഉണ്ടോയെന്ന് അന്വേഷിക്കണ്ടേ? അത് അങ്ങനെ കേട്ടതും കേൾക്കാൻ ഉള്ളതും, അല്ലെങ്കിൽ ശരിക്കും അറിഞ്ഞാൽ അനുഭവിച്ചതും അനുഭവിക്കാത്തതും, ഇങ്ങനെയല്ലേ ഭോഗമുള്ളൂ. ഇവ രണ്ടിലും ബന്ധമില്ലാതെ ആവണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് സ്ഥിതപ്രിയനാവാൻ പോകണമെന്ന് പറയാൻ പോകണമെന്ന് പറയും. പിന്നെ ശ്രുതി വിപ്രതിപന്നാതെ യഥാസ്ഥാസത്തിൽ നിശ്ചല സമാധാവചല ബുദ്ധിസ്തത യോഗമവാപ്സി, ഒരിക്കൽ പറഞ്ഞതാണൊക്കെ. അതായത് ശ്രുതികൾ സയൻസ് തന്നെ പലതരം മാറിയും തിരിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ എന്ത് വേണം, അതോ ഇതോ, ഞാൻ പറഞ്ഞത് നിങ്ങൾ മറക്കുണ്ടാവില്ല, ഞാൻ എന്നാലും ഒന്നുകൂടി പറയാം. രാമായണത്തിലെ കഥ പറയുന്നുണ്ട്. ശ്രീരാമൻ്റെ ഒപ്പം ലക്ഷ്മണന് പോകേണ്ട നിയമമൊന്നുമില്ല. ലക്ഷ്മണൻ പോകാൻ തീരുമാനിച്ചു. വാൽമീകി അദ്ദേഹത്തിനെ വളരെ പുകഴ്ത്തി. അതേ ലക്ഷ്മണൻ അച്ഛനെ നോക്കലാ വേണ്ടത് എന്ന് വിചാരിച്ചു അവിടെ നിന്ന് വരിക. അപ്പോഴും ലക്ഷ്മണനെ ബഹുമാനിച്ചിട്ടുണ്ടാവും. തെറ്റൊന്നുമില്ല, നല്ല കാര്യമാണ്. അപ്പോൾ ഇന്നലെയാണ് രണ്ട് കാര്യം ചെയ്യില്ല അല്ലേ? ഏത് ചെയ്യണം എന്ന് നിശ്ചയിക്കുന്നതിൻ്റെ പേരാണ് നിശ്ചലത. ചലനം ഉള്ളതിലാണല്ലോ നിശ്ചല. അപ്പോൾ അത് വേണോ ഇത് വേണോ എന്നുള്ളത് സംശയമില്ലാണ്ട് ആവണം. രണ്ടാമതിന് അചല എന്നുണ്ട്, അത് പരിപൂർണ, അതിൽ ചലനം ഇല്ലേ. സമാധിയിൽ അചലന, ജീവിതത്തിൽ നിശ്ചലത, സമാധിയിൽ അചലത. ഇത് രണ്ടും സാധിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് സാധിക്കുള്ളൂ, ഈ ആത്മബോധം ഉണ്ടാവുള്ളൂ. ഇതില്ലാത്തതുകൊണ്ട്, അതുകൊണ്ട് അവിടെ പറഞ്ഞത് യതെന്താ പ്രവർത്തിച്ചാലും വിവരമില്ലാത്തവർക്ക് ഇത് സാധിക്കില്ല. ഇതിനെ പശ്യന്തി, കാണുന്നില്ല. കാരണം ഈ രണ്ട് ദോഷമുണ്ട്. എന്താ? ഒന്ന് വിഷയഭോഗങ്ങൾ, രണ്ട് ശാസ്ത്രത്തിൽ ഏതാ ശരിയെന്ന് തോന്നില്ല. ഇതൊക്കെയാണ് പോകും. കാരണം ഇതൊക്കെ സംശയം വരുന്നതൊക്കെ മനസ്സിനേ ഉള്ളൂ. ബുദ്ധിക്ക് സംശയം വരില്ല. ബുദ്ധി തീരുമാനിക്കുക. ആ ബുദ്ധി തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് എന്തില്ല, യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ നിർത്താം. ഇനി വേറൊരു ഭാഗം പറയാണ്, അത് നാളെ.